Okay. ഹലോ, ഗുഡ് ഈവനിങ് എവറിവൺ. എന്തൊക്കെയുണ്ട്? നമ്മളെ യൂണിറ്റ് ടോപ്പിക് 73 ആണല്ലേ. 73 ആഴ്ചകളായി നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയി ഓരോ ടോപ്പിക് എടുത്ത് ഡിസ്കസ് ചെയ്ത് പോവാണ്. ഇപ്പൊ 2-3 ആഴ്ചകളായിട്ട് നമ്മൾ റമദാൻ ആയതുകൊണ്ട് കുറച്ച് സ്പിരിച്വൽ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ റമദാനിന് വേണ്ടി നനച്ചുള്ളിലൂടെ നമ്മളെ വീടൊക്കെ ഒരുക്കി പള്ളിയും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്ന തിരക്കുകൾ കഴിഞ്ഞു. വീട്ടിലും സ്ത്രീകൾ കുറച്ചുകൂടെ അറിയുന്നുണ്ടാവും, നമ്മളെ നോമ്പിനുള്ള കുറെ കുറെ പൊടികൾ ഒരുക്കി വെക്കുന്നത്, മറ്റ് അരി വാങ്ങുന്നത്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു. ഇനി നമ്മളെ ഉള്ളൊന്ന് വൃത്തിയാക്കേണ്ടതുണ്ട്. അതിന് നമ്മളിപ്പോൾ ആയിട്ടില്ല. നമുക്കിപ്പോഴും ആരോടൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് നമ്മളെ മൈൻഡിൽ നിന്ന് മാറ്റാനും ഒരു പൂർണ്ണമായിട്ട് റമദാനിലേക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. ഈ 2-3 ആഴ്ചത്തെ യൂണിറ്റ് ടോക്ക് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റ്ലി മനസ്സിലാവും നിങ്ങൾക്ക്. നമ്മൾ അതിലെ ഒരു ജേർണിയിലേക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാണ്. നമ്മൾ ഓഫ്ലൈൻ പ്രോഗ്രാം ഉണ്ട്. അതല്ലാണ്ട് എല്ലാവർക്കും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ക്ലാസ് ആണ് നമ്മളിപ്പോൾ ഇതിലൂടെ കൊടുക്കുന്നത്. റമദാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ലിങ്ക് ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. 8 മണിക്ക് 8:05 സെഷൻ സ്റ്റാർട്ട് ചെയ്യാലോ എന്നുള്ള പ്ലാനിൽ തന്നെ. എന്തായാലും ആ സമയത്ത് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിരുന്നു. ഒരുപാട് സന്തോഷം. ഇന്നൊരു പുതിയ സെലീന മാമിനൊക്കെ കാണുന്നുണ്ട്. വെൽക്കം ടു യൂണിറ്റ് ടോക്ക്. വേറെ കുറെ പുതിയ പുതിയ കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, ഇത് എല്ലാ ശനിയാഴ്ചയും നടക്കുന്ന ഒരു ക്ലാസ് ആണ്. നമ്മളൊക്കെ ലൈഫ് കുറെ കൂടെ അടിപൊളിയാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറ്. റമദാൻ ആയതുകൊണ്ട് നോമ്പിന്റെ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. ഇതിന്റെ ഒക്കെ മുന്നേ യാത്രയിലോ മറ്റു തിരക്കിലൊന്നും അല്ല എങ്കിൽ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. അപ്പോൾ നൂർജഹാൻ മാം വന്നിട്ടുണ്ട്. താങ്ക് യു. സെലിൻ മാമിന് ഓൾറെഡി വന്നിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഒക്കെ പറ്റുന്നവർ വരും കേട്ടോ. അപ്പോഴാണ് നമുക്കും ഒന്നും കൂടെ ഇന്ററാക്റ്റീവ് ആയി ക്ലാസ് എടുത്ത് നിങ്ങൾ കുറച്ച് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുക. എന്തായാലും നമ്മൾ ഇവിടെ സമയം ഇൻവെസ്റ്റ് ചെയ്യാറ്. അപ്പൊ അതിന്റെ ഫുൾ റിസൾട്ട് നമുക്ക് എന്തായാലും എടുക്കണ്ടേ ഇവിടുന്ന്. നല്ല സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. നമുക്ക് പണം കൊടുത്തുണ്ടാക്കാൻ പറ്റാത്ത ഒരേ ഒരു സാധനം സമയമാണ്. എന്തൊക്കെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടും നഷ്ടപ്പെട്ട ഒരു സെക്കൻഡിനെ പോലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂല. അപ്പൊ അത് ഓരോരുത്തരും സമയത്തിനും അത്രയും വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി ഏറ്റവും അടിപൊളി ഒരുങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമുക്ക് സെഷൻ എടുക്കുന്ന അഫ്സൽ ഞാൻ ആരും ഇല്ല പോസ്റ്റലിൽ കണ്ട നമ്മൾ ഇല്ലാസ്കാണ്. ആളെ മുന്നൊരു സെഷൻ എടുത്ത് അന്ന് കുറെ ആൾക്കാർ റിക്വസ്റ്റ് ആയിരുന്നു ഇനിയും ഇല്ലാസ്കാന്റെ സെഷനൊക്കെ വെക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഈ സ്പിരിച്വൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളാണ് ഇല്ലാസ്ക. ആള് മതപഠന ഫീൽഡിൽ ഏകദേശം കുറച്ച് വർഷങ്ങളായിട്ടൊക്കെ ഉണ്ട്. പിന്നെ പേഴ്സണൽ ഡെവലപ്മെന്റ് ട്രെയിനറാണ്. ഇൻഷാല്ല നാളത്തെ നമ്മളെ നൂറ് റൂഹിലെ ഗസ്റ്റും കൂടാണ്. അപ്പോൾ വിത്ത് ഓൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാസ്കാരെ വെൽക്കം ചെയ്യാണ്. വെൽക്കം ഇല്ലാസ്ക. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓഡിബിൾ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഏതായാലും നല്ലൊരു മാസമായിട്ട് അല്ല, നല്ലൊരു മാസത്തെ കുറിച്ച് പറയാൻ പോണതുകൊണ്ട് നല്ലൊരു വാക്ക് പറഞ്ഞു തുടങ്ങാം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഞാന് രാവിലെയാണ് മാജിദ് എന്നോട് വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്, ഞങ്ങളൊരു വീഡിയോ കോൾ ചെയ്ത സമയത്ത് എനിക്ക് ഇന്ന് രാത്രി ക്ലാസ് എടുക്കാൻ പറ്റില്ല, ഇന്നത്തെ ക്ലാസ് ഒന്ന് ലീഡ് ചെയ്യാമോ എന്ന് ചോദിച്ചത്. ഞാൻ അപ്പോഴത്തെ ഒരു ആവശ്യത്തിൽ ഓക്കെ എന്ന് പറയുകയും ചെയ്തു. പിന്നെ ഈ ഒരു സമയം വരെ ഓട്ടത്തിലായിരുന്നു. അപ്പോ പ്രതീക്ഷിച്ചതെന്തോ അത് ചിലപ്പം കിട്ടിയെന്ന് വരില്ല. എന്നിരുന്നാലും നിരാശപ്പെടുത്താതെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടുന്ന് പടിയിറങ്ങുകയും ചെയ്യാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നത്തെ വിഷയം തന്നെ അങ്ങനെയാണ്. അതായത് എന്തായാലും നമ്മൾ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതിന്റെ ഒരു വാക്കുണ്ടായിരുന്നല്ലോ, ആത്മവിശുദ്ധിയുടെ റമദാൻ. ആത്മവിശുദ്ധിയുടെ റമദാൻ. ഒന്നാമതായി ഈ ഒരു സെഷന് വേണ്ടി വന്നിട്ടുള്ള മുഴുവൻ ആളുകളോടും നന്ദി അറിയിക്കുകയാണ്. അത് നിങ്ങളോട് തന്നെ ഒന്ന് നന്ദി പറയുകയും ചെയ്യുക. അൽഹംദുലില്ലാ ഇങ്ങനെ ഒരു സെഷൻ. കാരണം എന്താന്ന് വെച്ചാല് ഏതൊരു കാര്യത്തിനും ഒരു നിയ്യത്ത് ആവശ്യമാണല്ലോ. അപ്പൊ ഈ ഒരു സെഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്തത് എൻ്റെ പേര് കണ്ടിട്ടായിരിക്കില്ല, മിക്കവാറും റമദാനിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് കേൾക്കണം എന്നുള്ള നിലക്കായിരിക്കും. അപ്പോ ഒരു വലിയ യാത്രയുടെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ ചവിട്ടടിയാണെന്ന് പറയാറുണ്ട്. എന്നതുപോലെ എന്തൊക്കെയോ നേടണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. മിസ്നെ പറയാൻ മറന്ന കാര്യം ഞങ്ങളോട് പറയാണ്. അതായത് എപ്പോഴും നമ്മൾ പറയാറുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ മനസ്സോട് കൂടി ഇരിക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയുന്നതായിരിക്കും. ഇവിടെ പുതിയതായിട്ട് കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അത് ആണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഏതായാലും എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി പറയാണ്. താഴെ നിങ്ങളുടെ ജില്ല ഒന്ന് കമന്റിലൂടെ ഒന്ന് അറിയിക്കുക. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താണ്ട് അറിയിച്ചാൽ മതി.
ഞാനിതൊക്കെ മിസ്സിനെ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഇടും ആട് പറ്റൂ എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും എല്ലാവരും ഓക്കെ. കണ്ണൂര്, ആലപ്പുഴ, മാഷാ അല്ലാ എല്ലാ ജില്ലക്കാരും ഉണ്ട്. ആൻഡ് കാലിക്കറ്റ്, പാലക്കാട്, കാലിക്കറ്റ്, തൃശ്ശൂര്, കണ്ണൂര്, സുഹറ, കാലിക്കറ്റ്, തഹസീൻ, കാലിക്കറ്റ്, മലപ്പുറം, മാഷാ അല്ലാ, ട്രിവാൻഡ്രം, മലപ്പുറം, ഫാത്തിമ സുഹറ, കാസർഗോഡ്, കുണിയ അല്ലെ, നൂർജഹാൻ ട്രിവാൻഡ്രം. കാസർഗോഡ് പോകുമ്പോൾ ഭയങ്കര ഫേമസ് ആയി പോയി. ഏതായാലും നൂർജഹാൻ ട്രിവാൻഡ്രം. എന്തായാലും സന്തോഷം. കണ്ണൂര്, ഓ സന്തോഷം. എല്ലാവരെയും ഒന്ന്, ഒരുപാട് നാടുകളിൽ നിന്നുള്ള ആളുകള് ഒരൊറ്റ ചിന്തയോടുകൂടി ഒരേ മനസ്സോടുകൂടി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒത്തുകൂടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ തന്നെ പല നാടുകളിൽ നിന്നുള്ള ആളുകളാണ്. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങള് ഏതെങ്കിലും ഒരാൾ അതിന് പറയുന്ന ആമീൻ മതിയാവും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു വാക്കിൽ ഒരാൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചോനെ അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഒരു വാക്ക് മതിയാകും. അതിൽ നമ്മളൊക്കെ പെടും. ഇത് കഴിഞ്ഞിട്ട് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കുറെ ആളുകൾ കാണാനുണ്ട്. അവര് കാണുന്ന സമയത്ത് അവരിൽ ഏതെങ്കിലും ഒരാള് പഠിച്ചോനെ എന്നുള്ള ഒരു വിളി മതിയാകും. പക്ഷെ നമ്മൾ ഈ ഒരു എൻഡയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും. മുമ്പൊരിക്കല് അലി റളിയല്ലാഹു അൻഹു എവിടുന്നോ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ഫാത്തിമ ബീവി ചോദിച്ചു, അത്രേ ഭാര്യയാണല്ലോ, നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞു, ഞാനേ സ്വർഗത്തുനിന്ന് വരികയാണ്, ഭൂമിയിലെ സ്വർഗത്തുനിന്ന് വരികയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപാടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉപ്പാന്റെ അടുക്കലേക്ക് ഓടി. ആരാണ്? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഉപ്പ ഭൂമിയിൽ സ്വർഗം ഉണ്ടായിട്ട് എന്തേ എനിക്ക് പറഞ്ഞു തരാഞ്ഞു? അപ്പോ റസൂല് പറയുന്നുണ്ട്, ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് അറിവിന്റെ മജ്ലിസാണ്, അറിവിന്റെ ഒരു സദസ്സാണ്. അപ്പൊ അറിവ് പകർന്നു നൽകുന്ന ഇടം ഭൂമിയിലെ ഒരു സ്വർഗമാണ്, റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്നാണ്. അപ്പൊ ആ നിലക്ക് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാല്, ഞാൻ പറയുന്നത് എന്റെ ക്ലാസ്സിനെ കുറിച്ചല്ല കേട്ടോ, അറിവ് നേടാൻ വേണ്ടി നിങ്ങൾ വരിക എന്നുള്ളത് അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഞാൻ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ തുടങ്ങുകയാണ്. ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം. നല്ലൊരു ദിവസമായിക്കാണ്ട് ഈ ദിവസം അള്ളാഹു നമുക്ക് മാറ്റി തരട്ടെ. നല്ല ഇനിയുള്ള വരാനിരിക്കുന്ന റമളാൻ, അല്ലാഹു മുബാരിക് ലനാ ഫി റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മൾ തുടങ്ങാറുള്ളത്. 8 പ്രത്യേകതകളാണ് പ്രധാനമായിട്ടും റമളാനിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതല്ലാത്തതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ 8 പ്രത്യേകതകൾ പറഞ്ഞ് അതിൻ്റെയോടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യും. അതിലെന്താണോ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അതിലെന്താണോ നമുക്ക് തിരുത്താനുള്ളത്, അതിലെന്താണോ നമ്മൾ മനസ്സിലാക്കി, ഞാൻ വീണ്ടും പറയാൻ കേട്ടോ, നമ്മൾ പറയാനുള്ളത്. ഈ ഒരു സെക്ഷൻ ഏറ്റെടുത്തപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പാടോട് കൂടിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. കാരണം എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരിക? കാരണം അത്രമേൽ ഒരു യോഗ്യത ആദ്യം പറയുന്ന ആൾക്ക് ഉണ്ടാവണമല്ലോ. എന്നിരുന്നാലും നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ആ ഒരു മാറ്റം എന്നിൽ കൂടി ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് പറയാൻ തുടങ്ങുകയാണ്. ഏറ്റവും ആദ്യം റമദാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്താ? ഒന്ന് കമന്റ് ചെയ്തേ. റമദാൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന് കമന്റ് ആയിട്ട് എഴുതി. ഞാൻ ആരെങ്കിലും വീഡിയോ മോഡിലോ അല്ലെങ്കിൽ ഓഡിയോ ആയിട്ടോ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലത്. നോമ്പ്, ഓഫ് കോഴ്സ്. റമദാൻ എന്ന് കേട്ടാൽ ആദ്യം വരുന്നത് നോമ്പാണ്. ദെൻ ഓക്കെ, നോമ്പ് തുറ, യെസ്. ദെൻ ഖുർആൻ ഓതല്, മിസ്രിയ, യെസ്, മാഷാ അല്ലാഹ്. നോമ്പ്, ഓക്കെ. ആകെ 4 ആളുകൾ കമന്റ് ചെയ്തിട്ടുള്ളല്ലോ. ആ യെസ്. തറാവീഹ് ചെയ്യാൻ കുറച്ചുകൂടെ ട്രൈ ചെയ്യാനുള്ള ടൈം. തറാവീഹ്, പീസ്, നേരത്തെ എഴുന്നേൽക്കുന്നത്, കുറച്ച് ഡിസിപ്ലിൻ ഉണ്ടാവുന്ന ടൈം, ആത്മശുദ്ധി, മാഷാ അല്ലാഹ്. എന്താണ് പാവപ്പെട്ടവരെ, വെരി ഗുഡ്, യെസ്. ഓക്കെ, ഞാനിനി കൂടുതൽ ഇതൊന്നും വായിക്കുന്നില്ല കേട്ടോ, കമന്റുകൾ ഞാൻ വായിക്കുന്നില്ല. ക്ലെൻസിങ്, യെസ്, ഓഫ് കോഴ്സ്, വലിയ സന്തോഷം. ഓക്കെ, ഇതന്നെയാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞിങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. ഈ നോമ്പിനെ കുറിച്ച് പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ശരിക്കും ശ്രദ്ധിക്കണേ, ആ വാക്ക് ഇങ്ങനെയാണ് കേട്ടോ. കുത്തിബ അലൈക്കും സിയാമു, നോമ്പ് നിങ്ങൾക്ക് മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ.
അങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ അവസാനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ട്. ആ ഒരൊറ്റ വാക്കിലുണ്ട് എന്താണ് നോമ്പ് എന്നുള്ളത്. തഖ്വ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? നിങ്ങളൊന്ന് ഏതെങ്കിലും ഒരാളൊന്ന് വോയിസ് ഓപ്പൺ ആക്കിയാണ്ട് പറയുന്നു. ഭക്തി ഭക്തി ഭക്തി. ഓക്കെ, അത് ഭാഷാർത്ഥം എന്താണ് എങ്ങനെയാണ് ഈ ഭക്തി നേടുന്നത്, തഖ്വ നേടുന്നത്? റബ്ബിലേക്ക് കൂടുതൽ അടുത്തിട്ട് യെസ്. ഹൃദയത്തിനെയും പ്രവൃത്തി ഹൃദയം എല്ലാം ഒരേപോലെ ശുദ്ധീകരിക്കുന്ന. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പറയുന്നത് എക്കോടിക്കണ്ടോ? എന്തുകൊണ്ടാണ്? മറ്റേ ഹലോ, എനിക്ക് മാത്രമാണ് അല്ല, ചെറിയൊരു എക്കോ ഉണ്ട്. ലാപ്പില് നിങ്ങള് അങ്ങനെ എന്തെങ്കിലും മ്യൂട്ട് ചെയ്ത് ഞാൻ വേറെ ചെയ്യാട്ടോ. ഇതിൽ വല്ലാതെ ചെയ്യുന്നു. ഹലോ, അപ്പൊ ഓക്കെ ആണോ? ശരി, കണ്ടിന്യൂ. ഓക്കെ. ക്ലിയർ ഇല്ലേ? അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ. എന്താ സംഭവിച്ചെന്ന് അറിയൂല. ഓക്കെ, താങ്ക് യു. ഇനി ആരെങ്കിലും ഒരാൾ പറ, നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണം. അതിന്റെ മുമ്പ് എന്തായാലും എന്താണ് ലാലക്കും തെത്തക്കും എന്ന പഠിച്ചവൻ പറഞ്ഞത്? തക്കവയുള്ളവരാകാൻ വേണ്ടി. സലിം മാം ഒരു മറുപടി പറഞ്ഞു. എങ്ങനെയാണ് ഈ തക്കവ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ തക്കവ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ആത്മശുദ്ധി എന്ന് പറഞ്ഞു. ദെൻ വാട്ട്? ആരെങ്കിലും കുറെ മനുഷ്യന്മാരില്ലടോ ഇവിടെ, നിങ്ങൾ വെറുതെ ഒളിച്ചു കല്ലി പറഞ്ഞൂടി. ഇപ്പൊ നിങ്ങൾ എന്റെ കുട്ടികളാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന, എന്റെ ക്ലാസ് കേൾക്കാൻ വന്ന നിങ്ങളൊക്കെ എന്റെ കുട്ടികളാണ്. അപ്പൊ ക്ലാസ്സിലിരിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. യെസ്, എന്താണ് മനസ്സിന്റെ നന്മ അല്ലെ? യെസ്. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു കാര്യം വേണമല്ലോ. എങ്ങനെയാണ് ഈ മനസ്സിന്റെ നന്മ ഒക്കെ ഉണ്ടാവുക? ആർക്കും പറയാൻ വലിയ താല്പര്യമില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ തന്നെ പറയാം. ചോദ്യം ഞാൻ തന്നെ ചോദിച്ചു, ഉത്തരം ഞാൻ തന്നെ പറയാം. അതായത് ഇങ്ങനെയാണ് തഖ്വ എന്ന് പറയുന്നത്. ചോദ്യം ഇതാണ്, അതായത് നോമ്പിനെ കുറിച്ച് റബ്ബ് പറയുന്നത് കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. എന്താണ് ഈ തഖ്വ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് തഖ്വ? സൂക്ഷ്മത. യെസ്, വെരി ഗുഡ്. ഇനി ഞാൻ ഏതായാലും കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ഇങ്ങനെ പറയാം, ഈ പറയപ്പെട്ട സൂക്ഷ്മതയാവട്ടെ ഒക്കെ ഓക്കെയാണ്, ഒക്കെ തെറ്റാണെന്നല്ല കേട്ടോ. നിങ്ങളാ പറഞ്ഞതൊക്കെ തന്നെയാണ് അതിന്റെ ഉത്തരം. അതിന്റെ കൂടെ തഖ്വ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റബ്ബ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യരുതെന്ന് നിരോധിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യാന്നുള്ളതാണല്ലോ. ഓക്കെ, നോമ്പിന്റെ ഏറ്റവും ഹൈലൈറ്റ് അതാണ്. റബ്ബ് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും റബ്ബ് വിരോധിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതുമാണ്. റബ്ബ് കൽപ്പിച്ച കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഒരു മനുഷ്യന് സ്വർഗം കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്, നരകം കിട്ടാനാണ് ഭയങ്കര പ്രയാസം. പക്ഷെ നമ്മളൊക്കെ എന്താന്ന് വെച്ചാല് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എങ്ങനെയെങ്കിലും നരകം നേടിയെടുക്കാം എന്നുള്ള ചിന്തയിലായിരിക്കും നമ്മളൊക്കെ ഉണ്ടാവുക. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം സ്വർഗം കിട്ടാൻ വളരെ എളുപ്പമാണ്. സ്വർഗം കിട്ടാൻ എന്താ വേണ്ടതെന്നറിയോ? സ്വർഗം കിട്ടണം എന്നുണ്ടെങ്കിൽ പഠിച്ചവൻ പറഞ്ഞ 5 കാര്യങ്ങളുണ്ട്. ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചെയ്താൽ സ്വർഗം കിട്ടും. നരകം കിട്ടണം എന്തൊക്കെ വേണം? മനുഷ്യൻ തെറ്റുകൾ ചെയ്യണം, കള്ളു കുടിക്കണം, വ്യഭിചരിക്കണം. ഇതിനൊക്കെ ഭയങ്കര ചെലവാണ്. അതായത് നരകം കിട്ടേണ്ട ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്.
ബട്ട് നമ്മൾ ആ സ്ട്രെസ് ഒക്കെ സഹിച്ചിട്ട് ആ എക്സ്പെൻസ് ഒക്കെ സഹിച്ചിട്ട് നമുക്ക് അതന്നെ മതി എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോവാറുള്ളത്. പക്ഷെ എന്താണെന്നറിയോ, പടച്ചോൻ ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹം കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോണത്. പടച്ചോൻ ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം, നമുക്ക് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടാണ്ട് പറയൂലേ, എന്തൊരു പാവാന്നറിയോ എന്ന് പറയൂലേ. പടച്ചോൻ ഭയങ്കര പാവാണ്. നമ്മളിങ്ങനെ നമ്മളിങ്ങനെ പറയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതായത് പടച്ചോന്റെ സ്നേഹത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ധൃതിയില്ലാത്ത സ്നേഹമാണ് പടച്ചോന്റേത്. അങ്ങനെ പറയാം, ഒട്ടും ധൃതിയില്ലാത്ത സ്നേഹം. ഒരു പക്ഷേ സ്നേഹത്തിന്റെ ഏറ്റവും പ്യോർ വേർഷൻ എന്ന് പറയുന്നതും അതന്നെയാണ്. ഒട്ടും ധൃതിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയാണെന്നറിയോ, നമ്മൾ ഒരു തെറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളി. ഒരു തെറ്റ് ചെയ്തിട്ട് പടച്ചോൻ കാത്തിരിക്കുകയാണ്, എപ്പോഴാ അവൻ എന്നോടൊന്ന് പറയുന്നത്. അതായത് നമ്മള് മാപ്പ് ചോദിച്ചാലേ പടച്ചോൻ പുറത്തുതരും, അങ്ങനെയല്ല കേട്ടോ. പടച്ചോന്റെ സ്നേഹം എന്ന് പറയുന്നത് അത് നമ്മൾ ചോദിക്കുന്നതിന്റെ മുമ്പുള്ള ആക്ഷനാണ്. ആ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഞാനൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തിട്ട് എന്റെ മനസ്സില് ഇത് എന്റെ ഭാഗത്തുനിന്ന് വന്നല്ലോ എന്നുള്ള തോന്നൽ വരലോട് കൂടി പടച്ചോൻ എനിക്ക് പുറത്തു തന്നു. പടച്ചോൻ എനിക്ക് പുറത്തുണ്ടാന്ന് പറയണമെന്നില്ല, പടച്ചോൻ എന്റെ മുമ്പ് എനിക്ക് പുറത്ത് തന്നു. ആ തോന്നൽ വന്നു എന്നുള്ളതാണ്. നമ്മൾ ആ കാര്യം ചോദിക്കുന്നതിന്റെ മുമ്പ് നമ്മുടെ വൈഫ്, ഇപ്പൊ എന്റെ വൈഫിനോട് പറയാണ്, നാളെ എന്താണ് എന്റെ ബർത്ത്ഡേ ആണ്, നിങ്ങൾക്ക് അതിന് എന്ത് ഗിഫ്റ്റ് ആണ് നിങ്ങൾ വാങ്ങി തരിക എന്ന് ചോദിച്ച് ഞാനത് വാങ്ങി കൊടുക്കുന്നതാണോ? അതല്ല, അവളൊന്നും ചോദിക്കാതെ ഞാനൊരു സർപ്രൈസ് ആയിട്ട് ആ ദിവസം അവൾക്ക് ഇന്ന് എന്റെ ബർത്ത്ഡേ അല്ലേ, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണോ? ഏതാണ് ശരിക്കുള്ള സ്നേഹം എന്ന് പറയുന്നത്? ഒട്ടും ചോദിക്കാതെ കൊടുക്കുന്നതല്ലേ. പടച്ചോന്റെ സ്നേഹം അങ്ങനെയാ. അതായത് നമുക്കൊരു അനുഗ്രഹം കിട്ടിയെന്ന് വിചാരിക്കുക. എന്തോ പടച്ച റബ്ബ് എന്തോ ഒരു അനുഗ്രഹം നമുക്ക് തന്നു. നമ്മൾ ആ അനുഗ്രഹം കിട്ടി, നമ്മൾ അതിന് അൽഹംദുലില്ലാ പറയണമെന്നില്ല. അത് പറയുന്നതിന്റെ മുമ്പ്, അതായത് ഇത് എന്റെ റബ്ബ് തന്നതാണെന്ന് മനസ്സിൽ ചിന്തിക്കലോട് കൂടി, അതാണ് പറഞ്ഞ ലൈൻ ശക്കർത്തിന്റെ അസീദന്നക്കും, അത് നമ്മളെ ചിന്തിക്കലോട് കൂടി അതിനുള്ള പ്രതിഫലം നമുക്ക് ഉറപ്പായി. പക്ഷെ നമുക്ക് തന്നു, അതിനുള്ള പ്രതിഫലം നമുക്ക് തന്നു. നമ്മൾ കൂടുതൽ അതിനെ കുറിച്ചൊന്നും പറയൊന്നും വേണ്ട. അത് നമ്മൾ ചോദിക്കാതെ തന്നെ അങ്ങനെ തരാന്, അങ്ങനെ നമ്മളെ കാര്യത്തിൽ സ്നേഹം കാണിക്കുന്ന ഒരാള് പാവം എന്നല്ലാതെ നമ്മളെങ്ങനെ പറയാ? ഇതൊരു സ്നേഹമാണെന്നല്ലാതെ എങ്ങനെ പറയാ? പടച്ചവനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ നരകത്തെ കുറിച്ചും ഇതൊന്നും ആലോചിക്കണ്ട. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേ വജ്ജഹത്ത് ഓതും, അത് തക്ബീർ ചൊല്ലി കഴിഞ്ഞിട്ട് വജ്ജഹത്ത് വജ്ഹിയൽ ലല്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ് ഇതൊക്കെ ചൊല്ലിയിട്ട് ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ഒരൊറ്റ വാക്കിലാണ് ഒക്കെ കിടക്കുന്നത്. ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, വ നുസുക്കി, ഓക്കെ, എന്റെ ചലനങ്ങളും മറ്റുള്ള കാര്യങ്ങളും, ഇപ്പൊ മഹിയ, എന്റെ ജീവിതവും, അത് ആർക്ക് വേണ്ടിയുള്ളതാണ്? ലില്ലാഹി റബ്ബിൽ ആലമീൻ, പഠിച്ചവന് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് സ്വർഗമല്ല എന്റെ വിഷയം, നരകല്ല എന്റെ വിഷയം, എനിക്ക് എന്റെ പഠിച്ചവനെ മതി എന്നുള്ളതാണ്. ആ ചിന്തയിലേക്ക് നമ്മൾ എത്താൻ നമ്മളെ കൊണ്ട് കഴിയുക എന്നുള്ളതാണ്. അതായത് അതിനു വേണ്ടിയിട്ട് പടച്ചോ നമുക്ക് നൽകിയിട്ടുള്ള, അതായത് നമ്മള് കുറേ തെറ്റുകൾ ചെയ്ത മനുഷ്യന്മാരില്ലേ, നമ്മളൊക്കെ ജീവിതത്തിൽ തെറ്റുകളെ കൊണ്ട് പാപപങ്കിലമായി കുന്നോളം തെറ്റുകൾ ഇങ്ങനെ ചെയ്തു നിൽക്കുന്ന നമുക്ക് പൊറുക്കാനുള്ള ഒരു മാസം മാത്രമല്ല റമദാന്. നമ്മൾ സാധാരണ പറയാറുള്ളത് അങ്ങനെയാണ്, 11 മാസം നമ്മൾ ഇങ്ങനെ തെറ്റുകൾ ചെയ്ത് ഒരു മാസം നമ്മൾ നന്നാവുക. അങ്ങനെയല്ല. 11 മാസത്തെ തെറ്റുകൾ പൊറുപ്പിക്കലോട് കൂടി വരാനിരിക്കുന്ന ഒരു 11 മാസം കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? ഏറ്റവും ബെസ്റ്റായ രൂപത്തിൽ നമ്മളെ പരിവർത്തിപ്പിച്ചെടുത്ത് നമ്മൾ ആ ഒരു മാസം കൂടി അതിലേക്ക് എങ്ങനെയാണ്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ എങ്ങനെ പറയാന്ന് വെച്ചാല്, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു, കുറേ തെറ്റുകൾ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഈ തെറ്റുകൾ ചെയ്തിട്ട് ഞാൻ നോമ്പ് വലിക്കുകയാണ്. പടച്ചു എന്നോട് പറഞ്ഞിട്ടുള്ളത്, നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ലാലക്കും തത്തക്കും നിങ്ങൾക്ക് തെക്കുവ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോമ്പ്. ഞാൻ ആദ്യമായി നോമ്പ് നോൽക്കുന്ന സമയത്ത്, ഒന്നാമത്തെ നോമ്പ് നോൽക്കുന്ന സമയത്ത് ഞാൻ നിയ്യത്ത് വെച്ചു, പടച്ച റബ്ബിന് വേണ്ടി എന്ന് നിയ്യത്ത് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് എന്നല്ല, നരകത്തിൽ നിന്ന് കഴിച്ചിലാൻ വേണ്ടിയിട്ട് എന്നല്ല നമ്മൾ പറയുന്നത്. നിയ്യത്ത് തന്നെ അങ്ങനെയാണല്ലോ, പടച്ചവന് വേണ്ടിയിട്ട് ഞാൻ നോമ്പ് വിൽക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ നോമ്പ് നമ്മൾ തുടങ്ങുകയാണ്. നോമ്പിന്റെ പ്രത്യേകത എന്താ? ഭക്ഷണം വെടിയ, വെള്ളം വെടിയ, നമുക്കിതിനൊന്നും താല്പര്യമില്ല കഴിഞ്ഞിട്ടല്ല.
അതോടൊപ്പം തന്നെ നമുക്ക് ഇണയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇണ ചേരുന്നില്ല. നമുക്ക് ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല. നമുക്ക് തെറ്റുകൾ ചെയ്യാൻ തോന്നാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. സിഗരറ്റ് വലിക്കുന്ന ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സിഗരറ്റ് വലിക്കാതെ കാത്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അതായത് ഭക്ഷണവും വെള്ളമൊന്നും ഇല്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞാൽ അത് ആരുടെ സ്വഭാവമാണ്? അള്ളാന്റെ സ്വഭാവമാണ്. നമ്മുടെ സ്വഭാവം അള്ളാഹുവിന്റെ സ്വഭാവവുമായിട്ട് ഇങ്ങോട്ട് ഒരു താതാത്മ്യപ്പെടുകയാണ്. അതായത് പടച്ചോൻ നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്? അസൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്. എനിക്കുള്ളതാണ് എന്ന് പറയുന്നതിന് കുറെ അർത്ഥതലങ്ങളുണ്ട്. അതായത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. വേറെ ഏതൊരു അമല് ചെയ്യുകയാണെങ്കിലും, ഇസ്ലാമിൽ വേറെ ഏതൊരു അമല് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, അത് നിസ്കാരമാവട്ടെ ഹജ്ജ് ആവട്ടെ ഒക്കെ ചെയ്യുകയാണെങ്കിലും ആ സമയത്ത് അത് അത് ചെയ്യാണ് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവുന്ന മാത്രമല്ല, അത് ഇപ്പൊ നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റൂല, നമ്മൾ ആ നിസ്കാരം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നോമ്പിന്റെ കാര്യം അങ്ങനെയല്ല. നോമ്പ് നോറ്റൊരു മനുഷ്യന് ആ നോമ്പുകാരനായി കൊണ്ട് തന്നെ എന്തും ചെയ്യാൻ പറ്റും, വേറെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, അമലുകളൊക്കെ ചെയ്യാൻ പറ്റും. എന്താ വെച്ചാല് ഇപ്പൊ സ്കൂളിൽ പോയ കുട്ടികളെ കണ്ടില്ലേ, അവർ ഓടി കളിക്കുന്നുണ്ടാകും, പക്ഷെ അവര് നോമ്പുകാരായിരിക്കും. ആ നോമ്പ് അവര് നോറ്റിട്ടുണ്ടെങ്കിലും അത് ആരും അറിയൂല. പറഞ്ഞറിയിക്കണം, ഞാൻ നോമ്പുകാരനാണ് കേട്ടോ. അതാണ്. അതായത് ഈ ഒരു രൂപത്തിലേക്ക് ആരും അറിയാതെ എൻ്റെ റബ്ബിന് വേണ്ടി മാത്രം ഞാൻ അതിങ്ങനെ ചെയ്തിട്ട് പടച്ചോൻ പറയാണ്, അതിനുള്ള പ്രതിഫലം ഞാൻ കൊടുക്കൂട്ടോ. അതിനുള്ള പ്രതിഫലം ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞാല്, ഞാൻ കുറെ പണിക്കാരിങ്ങനെ വിളിച്ചിട്ട് ഒരു ടീം എല്ലാവരും കൂടി ഇങ്ങനെ പണിക്ക് വന്നു, ഇവരെല്ലാവരും കൂടി ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ജോലി ചെയ്ത് കഴിഞ്ഞ് പോവാൻ നേരത്ത് കൂലി പോയി ചോദിക്കുമ്പോൾ ഒരാളോട് ഞാൻ പറയാണ്, എന്താണ്, എല്ലാവർക്കും കൂലി കൊടുത്തു. അപ്പം ഒരു ഉദാഹരണം പറയുക, അബൂബക്കർ പറഞ്ഞ ഒരാളുണ്ടെന്ന് വിചാരിച്ചോളി. അബൂബക്കർക്ക് കൂലി കിട്ടിയില്ലല്ലോ പറഞ്ഞപ്പോ, അബൂബക്കർ എന്റെ ആളല്ലേ, അവനക്കുള്ള പൈസ ഞാൻ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അർത്ഥമുണ്ട്. അതായത് അയാൾക്കൊരു സ്പെഷ്യൽ പരിഗണന ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു പരിഗണന പടച്ചോൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് ഈ ഒരു റമദാനിലൂടെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. റമദാന്റെ 8 പ്രത്യേകതകൾ പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാട്ടോ. ഒന്നാമതായിട്ട് ഏറ്റവും ആദ്യം ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അതായത് ഷെഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. അതിന് പല വിശദീകരണങ്ങളുണ്ട്. അതിന് ആരംഭം കുറിച്ചതാണെന്നും അതല്ല ആകാശത്തു നിന്ന് ലോഹുൽ മഹ്ഫൂദിൽ നിന്നും ഭൂമിയുടെ ആകാശത്തിലേക്ക് ഖുർആൻ അതേ രൂപത്തിൽ മുഴുവനായിട്ട് ഇറക്കപ്പെട്ടു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാം അള്ളാന്റെ റസൂലിനെ എങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ആദ്യമായിട്ട് പറയുന്ന വാക്ക് ഇഖ്റ, ഖുർആൻ ഓതാൻ വേണ്ടി പറയുന്ന ആദ്യത്തെ അധ്യായം പറയുന്നുണ്ട്. അതായത് വായനയെ കുറിച്ച് എങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയിട്ട് വായനയെ കുറിച്ച് അങ്ങനെ തുടങ്ങിക്കാണ്ട് അവതീർണമായി 23 വർഷം കൊണ്ട് അവതീർണമായിട്ടുള്ള ഈ ഒരു ഖുർആൻ ഉണ്ടല്ലോ, ഇത് പടച്ച റബ്ബ് ഇറക്കിയിട്ടുള്ളത് ഈ ഒരു മാസത്തിലാണ്. ഈ ഒരു മാസത്തിൽ ഇറങ്ങുമ്പോൾ ഒരു മെച്ചം എന്താന്ന് വെച്ചാൽ, ഈ ഒരു സമയത്ത് നമ്മൾ എന്താണോ അതിനെക്കുറിച്ച് ഏത് രൂപത്തിലാണോ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നത്, അത് നമ്മുടെ ലൈഫിൽ കാണാൻ പറ്റും. ഇപ്പോ എങ്ങനെ ഇപ്പോ പറയാ, സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്ന, നരകത്തിന്റെ വാതിൽ അടക്കപ്പെടുന്ന ഒരു മാസം കൂടിയാണ്. ഈ ഒരു മാസത്തിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് പടച്ച റബ്ബ് നമുക്ക് സ്വർഗം ഉറപ്പാക്കി നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷെ ആ വിശ്വാസം നമ്മുടെ മനസ്സിലെത്തണം എന്ന് മാത്രം. ഈ വിശ്വാസം നമ്മുടെ മനസ്സിലെത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രൂപത്തിലേക്ക് നമ്മുടെ നിസ്കാരവും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളും പരിവർത്തിച്ചെടുക്കണം. ഒരു മനുഷ്യൻ ആദ്യമായി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണ്. ആ നിസ്കരിക്കുന്ന സമയത്ത് മൊമെന്റിലല്ല മനുഷ്യൻ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങേണ്ടത്. എവിടെ മുതൽ ഒരുങ്ങണം? വുളു എടുക്കുന്ന സമയം മുതൽ റബ്ബിന് വേണ്ടി ഒരുങ്ങണം. വുളു എടുക്കുമ്പോൾ മനസ്സിലിങ്ങനെ ആലോചിക്കണം, എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ നിസ്കരിക്കാൻ പോവുകയാണല്ലോ. ഈ ചിന്തയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരുങ്ങി വന്നിട്ട് അയാൾ ആ കൈകൾ ഇങ്ങനെ കഴുകുമ്പോൾ, മുഖം കഴുകുന്ന സമയത്ത് അയാളുടെ പാപങ്ങളൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകുന്നതാണ് വുളു എടുക്കുന്ന സമയത്ത്. അതായത് ഇങ്ങനെ പറയുന്നത്, മൻ തവല്ല, ഒരാൾ വുളു എടുത്തു, അഹ്സനൽ വുളുവ, എന്നിട്ട് അയാൾ വുളുവിനെ നന്നാക്കി ചെയ്തു പറഞ്ഞാൽ ഏറ്റവും നല്ല രൂപത്തിൽ ഒരാൾ വുളു ചെയ്തു എങ്കിൽ ഹറജത്ത് ഹതായാഹു, അയാളുടെ ഈ പാപങ്ങളൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകുന്നതാണ്. മിൻ ജസദിഹി, അയാളുടെ ശരീരത്തിൽ നിന്ന് അയാളുടെ പാപങ്ങളൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകും. ഹത്താ മിൻ തഹ്ത അൽഫാരിഹി, അയാളുടെ നഖത്തിന്റെ ഉള്ളിൽ നിന്ന് വരെ അയാളുടെ പാപങ്ങൾ ഒലിച്ചു പോകും. അതായത് ഇത് റസൂല് പറഞ്ഞതാണ്. ജസദും ഒക്കെ ശരീരം ഒക്കെ, പക്ഷെ ഈ പാപങ്ങൾ ശരീരത്തിൽ നിന്ന് ഒലിച്ചു പോകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതൊരു വിഷ്വലൈസേഷൻ ആണ്. അള്ളാന്റെ റസൂല് പറയുന്നത്, നിങ്ങൾ അതൊന്ന് വിഷ്വലൈസ് ചെയ്താണ്ട് ആ രൂപത്തിൽ ഒന്നിങ്ങനെ മനസ്സിൽ കണ്ടാണ്ട് വുളു ചെയ്ത് നോക്കി,
ഭയങ്കര രസമായിരിക്കും വുളുവിന് പോലും. ആ വുളു അങ്ങോട്ട് കഴിഞ്ഞ് എൻ്റെ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള വിശ്വാസത്തിൽ ഒരാൾ എഴുന്നേറ്റ് ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് പടച്ച റബ്ബ് ഹൃദയത്തിൽ വരും. ആ ഹൃദയത്തിൽ എത്തിയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം, അതിന്റെ മുന്നത്തെ പ്രാവശ്യം എപ്പോഴോ പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് ഫാത്തിഹ ഓതുന്ന സമയത്ത് ഫാത്തിഹയുടെ അർത്ഥം അറിഞ്ഞ് ഓതാൻ പറ്റണം. ഫാത്തിഹയുടെ അർത്ഥം അറിയുന്ന എത്ര ആളുകൾ, മുഴുവനായിട്ട് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് എഴുതി, പേര് എഴുതി അയച്ച്, എസ് എന്നോ അല്ലെങ്കിൽ അതെ അറിയാം എന്നോ എന്തെങ്കിലും ഒന്ന് എഴുതി അയച്ചാൽ മതി. ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം മുഴുവനായിട്ട് അറിയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി അയച്ച്. 1 2 3 4 5 6. വെരി ഗുഡ്. അൽഹംദുലില്ലാ. കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. 1 2 3 4 5 6 7 8 9 10 ആളുകൾ അറിയിച്ചിട്ടുണ്ട്. ഇതിലൊന്ന് ഹഫ്സിയ, ഉമ്മുൽ ഹസ്ന, സബന, റസീന, റമി, വഫ, ഹബീബ, അസ്ന, തഹസീൻ, റസീന, സെലിൻ, ഇത്രയും ആളുകൾ. മാഷാ അല്ലാഹ്, സന്തോഷം. അതായത് ഇത് ഭയങ്കര രസമാണ് കേട്ടോ. ഇതിങ്ങനെ അറിഞ്ഞിങ്ങനെ ഓതുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാത്രല്ല, ഈ തുടക്കം മുതല് നമ്മളിങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് വജ്ജഹത്തുവിന്റെ അർത്ഥം മുതൽ ഇങ്ങനെ അറിഞ്ഞ് ഇതിലിങ്ങനെ പതിയെ 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 റുക്കുവിലേക്ക് പോയി, സുജൂദിലേക്ക് പോയി. സുജൂദിന്റെ ഇടയിലുള്ള ഒരു ഇരുത്തത്തിൽ പറയുന്ന 7 വാക്കുകളുണ്ട്. റബ്ബി ഗുഫ്ർലി വർഹംനി വജബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അത്ര രസമുള്ളൊരു ദുആ വേറെ ഇല്ല കേട്ടോ. ഒരു മനുഷ്യൻ അത് മതി, വേറെ ഒന്നും വേണ്ട. പടച്ചോന്റെ മുന്നിൽ നമ്മൾ ഇങ്ങനെ സുജൂദിൽ കടന്നിട്ട് പറയാണ് സുബ്ഹാന റബ്ബിയൽ അഅല. എപ്പോഴത് പറയുന്നത്? ഒരു മനുഷ്യൻ പടച്ചോനോട് ഏറ്റവും അടുത്തിരിക്കുന്ന സമയം ഏതാ? സുജൂദാണ്. കാരണം എന്താണെന്നറിയോ? സർവ പാപങ്ങളും നിലത്ത് ഇങ്ങനെ വെച്ചിട്ട് റബ്ബിനോട് പറയാണ് സുബ്ഹാന റബ്ബിയ, എന്റെ റബ്ബ് എന്നാ പറയുന്നത്. സുജൂദിൽ കടന്നിട്ടാ പറയുന്നത് സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദി. അത് ഓരോ വാക്കും ഇങ്ങനെ ഫീൽ ചെയ്ത് എന്റെ റബ്ബിനോടാണ് ഞാൻ അത് പറയുന്നത്. സുബ്ഹാന റബ്ബിയൽ അഅല, എന്റെ അത്യുന്നതനായ റബ്ബിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു, വബിഹംദിഹി, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങോട്ട് കരുതിയിട്ട് ഇങ്ങോട്ട് എഴുന്നേറ്റിട്ട് റബ്ബി ഗഫിർലി, പടച്ചോനെ ജിങ്ക് പൊരുത്തപ്പെട്ടു വേണ്ട, റബ്ബി ഗുഫിർലി. പിന്നെ അടുത്ത് പറയാം എന്താ? വർഹംനി, പഠിച്ചോനെ എനിക്ക് റഹ്മത്ത് ചെയ്തുകൊണ്ട. കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെന്താ? വജബുർനി, എനിക്കൊരു പാപ പരിഹാരത്തിനുള്ള ഒരു മാർഗം ഈ കാണിച്ചു കൊണ്ട. എത്ര തെറ്റുകൾ ചെയ്തിട്ടാ നമ്മൾ പഠിച്ചോന്റെ മുന്നിൽ വെക്കുന്നത്. പക്ഷെ പഠിച്ചോ ഇങ്ങനെ കാത്തിക്കുകയാണ്, എന്റെ കുട്ടീനോട് ചോദിക്കട്ടെ. ആ ചോദിക്കലോട് കൂടി പഠിച്ചോ നമുക്ക് ഗ്രാൻഡഡ് അത് തന്നു. ഈ ഞാൻ എൻ്റെ, അതായത് നമ്മളിങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ, അതായത് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ തലയിലും നമ്മുടെ 2 തോളിലായിട്ട് നമ്മുടെ പാപങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് റുക്കുവിലും സുജൂദിലും പോകുന്ന സമയത്ത് അതിങ്ങനെ ഊർന്നു പോകും അത്രേ. ഒന്ന് ആലോചിക്കുകയാണ്, നമുക്ക് നിസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ഒരു കളി, നമുക്കൊരു ബാധ്യതയാണ്. ആ ബാധ്യതക്കപ്പുറത്തേക്ക് ഒരു ആസ്വാദ്യമായി മാറും ഈ അർത്ഥമൊക്കെ അറിഞ്ഞിങ്ങനെയാണ് പറയാൻ തുടങ്ങിയാല്. ഒരു സുന്നത്ത് നിസ്കരിച്ചാല് ഒരു ഫർള് നിസ്കരിച്ച കൂലിയാണ് എപ്പോ? റമദാനില്. ഓക്കെ, റമദാന്റെ ഒരു പ്രത്യേകത അതാ. ഒരു സുന്നത്ത് നിസ്കരിച്ച, ഒരു ഫർള് നിസ്കരിച്ച കൂലിയാണ്. അപ്പൊ ഒരു ഫർള് നിസ്കരിച്ചാലോ 18 ഫർള് നിസ്കരിച്ച കൂലിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സുന്നത്ത് നിസ്കരിച്ചാല് ഒരു ഫർള് നിസ്കരിച്ച കൂലിയാണ്, ഒരു ഫർള് നിസ്കരിച്ചാല് 18 ഫർള് നിസ്കരിച്ച കൂലിയാണ്. സോറി, 18 അല്ല, 70 ഫർള്. മാറിപ്പോയതാണ് കേട്ടോ. 18 വേറൊരു വിഷയം ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 70 ഫർള് നിസ്കരിച്ച കൂലിയാണ്. എത്രയാണ് പടച്ച റബ്ബ് നമുക്ക്, അതായത് ഒറ്റവട്ടം നമ്മൾ റബ്ബിനോട് പറയുമ്പോ, ഒരു ഫർള് നിസ്കാരത്തിൽ ഒരൊറ്റവട്ടം നമ്മൾ പറയുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് പറയുമ്പോൾ 70 തവണ നമ്മളിത് പറഞ്ഞതുപോലെയാണ്. അതന്നെ ഇനി ലൈലത്തുൽ ഖദറിലാണെങ്കിലോ, റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ രാവിലെ ആ മാസത്തെ പടച്ച ഒന്നുകൂടി മഹത്വപ്പെടുത്തിക്കുകയാണ്. എങ്ങനെ? ലൈലത്തുൽ ഖദർ കൊണ്ട്. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് എന്താ പറയുന്നത്? ലൈലത്തുൽ ഖദരി ഖൈറു മിൻ അൽഫി ഷഹ്ർ, 1000 മാസത്തേക്കാൾ കൂലിയുള്ളതാണ്. അതായത് കുന്നോളം ഈ 1000 മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ഉണ്ടാവും എന്നറിയാം? എത്ര വർഷം ഉണ്ടാവും 1000 മാസം എന്ന് പറഞ്ഞാല്? ഏകദേശം 83 വർഷമാണ്. 1000 മാസം എന്ന് പറയുന്നത് 83 വർഷമാണ്. ഒരു മനുഷ്യൻ
നമ്മൾ കുറച്ചു കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ വല്ലാതെ വൈറലായിട്ടുള്ള ഒരു വരി ഉണ്ടായിരുന്നു. ഒരാൾക്ക് നിസ്കാരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ നിസ്കാരം നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. പടച്ചവൻ തന്നൊരു ഗിഫ്റ്റ് അല്ലേ, സമ്മാനല്ലേ. പടച്ചവൻ അങ്ങനെ വെറുതെ ഒരു സമ്മാനം നമുക്ക് തരൂ. ആ സമ്മാനം എത്ര മനോഹരമായിട്ട് എത്ര സന്തോഷത്തോടു കൂടിയാണോ നമ്മളത് എങ്ങനെയാണ്ട് ഓപ്പൺ ആക്കുന്നത്, അത്രമേൽ നമ്മുടെ സന്തോഷം കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അങ്ങനെ പറയുന്ന നിസ്കാരത്തെ കുറിച്ച്. കള്ളുടിക്കുന്ന പരിപാടി ഉണ്ടോ? സിഗരറ്റ് വലിക്കുന്ന പരിപാടി ഉണ്ടോ? പോൺ അഡിക്ഷൻ ഉണ്ടോ? തെറ്റുകളുടെ കൂമ്പാരം കൊണ്ട് ജീവിതം നടന്നിട്ടുണ്ടോ? ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നിസ്കാരം 5 നേരം നിസ്കരിക്കുന്നുണ്ട്, എന്നിട്ടും ഇതൊക്കെ ചെയ്യാനുള്ള മനസ്സ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒറ്റ അർത്ഥേ ഉള്ളൂ, നിസ്കാരം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ ആ നിസ്കാരം അതിന്റെ ആസ്വാദനത്തിൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ രൂപത്തില് നമ്മൾ ഇതിന്റെ അർത്ഥം ഇങ്ങനെ ഇങ്ങനാണ്ട് പഠിക്കുമ്പോണ്ടല്ലോ, ആ നിസ്കാരം കഴിയുമ്പോഴേക്കും 100% നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ടാകും. നമുക്കൊരു വല്ലാത്തൊരു ഭാരം ഇറക്കി വെച്ചൊരു ഫീൽ ഉണ്ടാകും. കാരണം അത് ഇറക്കി വെച്ചത് ആരെ മുന്നിലാ? പടച്ചവന്റെ മുന്നിലാ. പടച്ചവനെ ആരാ? നമ്മളോട് ഇങ്ങനെ ഇതിനോട് ചോദിച്ചോ ഞാൻ തരടോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ആ പടച്ചവന്റെ മുന്നിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി ചെയ്തിട്ട് നമ്മുടെ നമ്മുടെ ബാക്ക് ഭാഗത്തേക്കാൾ പിൻഭാഗത്തേക്കാൾ നമ്മുടെ ഏറ്റവും അഭിമാനമായി ഉയർത്തിപ്പിടിക്കുന്ന തല നമ്മൾ റബ്ബിന്റെ മുന്നിൽ ഇറക്കി വെച്ചിട്ട് പറയാണ്, എന്റെ കാൽക്കൽ ഞാനിതാ വെച്ചിട്ടുണ്ട്, അത്രയും നിസ്സാരനാണെന്ന് ഞാനെന്ന് പറഞ്ഞിട്ട് റബ്ബിനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ റബ്ബ് എങ്ങനെയാ തരാതിരിക്കുക? അതെന്നെ റമദാനിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ റമദാൻ അതിനുള്ളൊരു മാറ്റത്തിനുള്ള തുടക്കമാവണം. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, റമദാനിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരു ദിവസം ഒരു നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഏറ്റവും ചുരുങ്ങിയത്, ഇപ്പം സമി അല്ലാഹു ലിമൻ ഹമിദ, അതിന്റെ അർത്ഥം നമുക്കറിയോ? എന്താണ് സമി എന്ന് പറഞ്ഞാല്? കേട്ടു എന്നാ. സമി അള്ളാഹു കേട്ടു, ലിമൻ ഹമിദ, ഹംദ് ചെയ്തവരുടെ സ്തുതിച്ചവരുടെ സ്തുതി അള്ളാഹു കേട്ടു. എന്നിട്ട് പറയുന്നത് എന്താ? റബ്ബനാ ലക്കൽ ഹംദു, പടച്ചോനെ അനക്കാണ് കേട്ടോ സർവസ്തുതിയും. ആ സ്തുതിയെ കുറിച്ച് പിന്നീട് വർണ്ണിക്കുകയാണ്, റബ്ബനാ ലക്കൽ ഹംദു മിൽ അൽ അർളി വമിൽ എന്താണ് അസ്സമാവാതി വമിൽ അൽ അർദ്, ആകാശഭൂമി നിറയെ ഹംദ് അനക്കാണ്. അതിന്റെ ശേഷം എന്തെങ്കിലും പടക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്ര തോനെ നന്ദി അനക്കാണ് കേട്ടോ. ഇത്ര തോനെ നന്ദി പറഞ്ഞ ഒരു അടിമയെ പടച്ച റബ്ബ് കൈവടിയും തോന്നുന്നുണ്ടോ? കാരണം പടച്ച അത്ര സ്നേഹമുള്ള മനുഷ്യനാണെന്നല്ല പടച്ച റബ്ബ്, അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചവൻ അത്രയും സ്നേഹമുള്ള ആളാണ്. അതായത് അനല്ലാഹ് എന്ന് പറയുന്ന ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അതിങ്ങനെ തോന്നുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ, അതൊരു വല്ലാത്ത മൊമെന്റ് ആണ് മനുഷ്യന്മാരെ. നോമ്പുകാരന് കിട്ടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാ. നിങ്ങൾ നോമ്പ് നോറ്റ ഒരാളാണോ, റമദാനിന് വേണ്ട വിധത്തിൽ പരിഗണിച്ച ഒരാളാണോ എങ്കിൽ ആ നോമ്പുകാരന് 2 സന്തോഷം ഉണ്ട് എന്നാ. ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷമുണ്ട്, രണ്ടാമത് പടച്ചവൻ എങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്തുകൊണ്ട് അത് എന്തുകൊണ്ടാണ് പടച്ച റബ്ബ് അതിങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്? അത് എനിക്കുള്ളതാണ്, അതിനുള്ള പ്രതിഫലം ഞാൻ കൊടുക്കുന്നു പറയുമ്പോൾ ബാക്കിയുള്ള ഒക്കെ സ്വർഗം തരുന്നൊക്കെ പറഞ്ഞ റബ്ബ് അതിനുള്ള ഞാൻ കൊടുക്കുന്നു പ്രത്യേകം പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ പവർ എത്രക്കാരെന്ന് ആലോചിച്ച് നോക്കുകയാണ്, അതിന്റെ രസം എന്തേക്കാരെന്ന് ആലോചിച്ച് നോക്കുകയാണ്. പക്ഷെ നമുക്കത് ഇങ്ങനെ ഒരു ബാധ്യതയായിട്ടാണ് പോകുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഖുർആൻ ഇറങ്ങിയ മാസമാണ്, സ്വർഗത്തിന്റെ വാതിൽ തുറക്കുകയും നരകത്തിന്റെ വാതിൽ അടക്കപ്പെടുകയും ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്, പിശാചിനെ പിടിച്ച് കെട്ടിയിടുന്ന മാസം. അപ്പൊ റമദാൻ മാസത്തിൽ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിശാചിനെ കുറ്റം പറയാൻ പറ്റുമോ? ആ തെറ്റ് ആരുടേതാ? നമുക്ക് എങ്ങനെയാ പിശാചിനെ കുറ്റം പറയാൻ പറ്റുക? ഇന്നെ കൊണ്ട് ഇബിലീസ് ചെയ്യിച്ചതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഇബിലീസിനെ റമദാൻ മാസത്തിൽ ഞാൻ പിടിച്ച് കെട്ടിയിടുമെന്ന്. എത്രമാത്രം പാപപങ്കിലമായിട്ടുണ്ട്, എത്രമാത്രം ദുഷിച്ച ചിന്തകൾ കയറിയിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ. അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോൾ അതൊരു വിഷ്വലൈസേഷൻ ചെയ്യുക. ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എൻ്റെ സർവ്വ പാപങ്ങളും എൻ്റെ റബ്ബന്റെ തലയിലും എൻ്റെ തോളിലും ഏറ്റി വെച്ചിട്ടുണ്ട്. റുക്കൂയിലേക്ക് പോകുന്ന സമയത്ത്, സുജൂദിലേക്ക് പോകുന്ന സമയത്ത് ആ പാപങ്ങളൊക്കെ ഊർന്നു പോകുന്നതായിട്ട് ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചു നോക്കിയാണ്. പിന്നെ ആ നിസ്കാരം ഭയങ്കര രസമായിരിക്കും. അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസരം വരും. അടുത്ത നിസ്കാരം ആയാൽ മതിയായിരുന്നു എന്നുള്ള ചിന്ത വരും. എപ്പോഴും നിസ്കരിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ എത്തും. കാരണം ടെൻഷൻ ഫ്രീ ആണ്. റുക്കൂനൊക്കെ കുറെ പറയാനുണ്ട് കേട്ടോ, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം കൂടി പറയാനുള്ള സമയമില്ല. നാളെ ഓഫ്ലൈൻ സെഷൻ ഉണ്ട്, അതിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് നിസ്കാരത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാ അല്ലാഹ് പറയും. ഏതായാലും നാലാമതൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ലൈലത്തുൽ ഖദർ 1000 മാസം 83 വർഷത്തെ പ്രതിഫലമാണ്.
നിങ്ങൾ അള്ളാഹു അക്ബർ ഒറ്റ വട്ടം പറയുമ്പോൾ 83 വർഷം പറഞ്ഞ കൂലിയാണ്. കഴിഞ്ഞിട്ടില്ല. എത്ര ദിവസങ്ങൾ ഉണ്ടാവും 83 വർഷത്തിൽ? 1000 മാസം എന്ന് പറയുമ്പോൾ എത്ര ദിവസങ്ങളുണ്ടെന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓരോ നന്മക്കും മനസ്സിലൊരു നന്മ ചെയ്യാൻ വിചാരിക്കുമ്പോഴേക്കും പടച്ച റബ്ബ് എനിക്ക് വേണ്ടിയിട്ടാണല്ലോ അത് ചെയ്യുന്നത് എന്നുള്ള നിലക്ക് നമുക്കത് ഗ്രാൻഡ് ചെയ്യാണ്. അടുത്തൊരു കാര്യം കൂടിയുണ്ട്. അതായത് ക്ഷമയുടെ മാസം കൂടിയാണ് റമദാൻ. ക്ഷമയുടെ മാസമാണ് റമദാൻ. ക്ഷമയുടെ മാസം എന്ന് പറയുമ്പോഴേ ഞാൻ നേരത്തെ അതിന്റെ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു. നമ്മളൊക്കെ അറിയാതെ ആ ലെവലിലേക്ക് നമ്മൾ എത്തുകയാണ്. വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ ക്ഷമിക്കുകയാണ്. ഒരാൾ നോമ്പുകാരനായ ഒരാളെ വന്നിട്ട് മറ്റൊരാൾ ഉപദ്രവിക്കുന്ന സമയത്ത് അയാളോട് പറയണമെന്ന്, അയാളോട് നേരിട്ട് പറയില്ല, സ്വയം പറയണം, അന സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. എന്നിട്ടും അയാളത് തുടരുകയാണെങ്കിൽ പിന്നെ അയാളോട് പറയണമെന്നാ, ഞാൻ നോമ്പുകാരനാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ എന്നെ വെറുതെ വിട്ടേക്ക് കേട്ടോ. ക്ഷമയുടെ മാസമാണ്. നമുക്ക് തെറി പറയുന്ന മനുഷ്യന്മാര് ഇങ്ങനെ അതുവരെ നമ്മൾ കളിയാക്കി പറയാറുണ്ട്, 11 മാസം കുപ്പിയും 1 മാസം തൊപ്പിയും എന്ന് പറയാറുണ്ട്. ശരിക്കും പറയാൻ പാടില്ലാത്ത വാക്കാണ് കേട്ടോ അത്. ഏതൊരു മനുഷ്യന് ഏത് സമയത്താണ് പടച്ചറബ് നന്നവൻ അവസരം കൊടുക്കാന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു രാത്രി പടച്ചവനെ വിളിച്ച ഒരൊറ്റ വിളി മതിയാകും. അള്ളാഹ് ആത്മാർത്ഥമായിട്ട് വിളിച്ചൊരു വിളി മതിയാകും. അർശിന്റെ തണല് കിട്ടുന്ന കൂട്ടത്തിൽ ഇങ്ങനെ റബ്ബ് ഇങ്ങനെ എണ്ണി പറഞ്ഞൊരു വിഭാഗമുണ്ട്. റജുലിൻ ഫാളത്ത് ഐനാഹു വിധിക്കലില്ല. ഒറ്റക്കിരുന്ന് റബ്ബിനെ ഓർത്ത് കരഞ്ഞൊരു മനുഷ്യന് അർശിന്റെ തണലുണ്ട് എന്നാ. ഏതെങ്കിലും ഒരു മൊമെന്റില് അയാൾ എത്ര നെറികെട്ടവനായിക്കോട്ടെ, അയാൾ എത്ര ദമ്മാടി ആയിക്കോട്ടെ, അയാൾ എത്ര വലിയ പാപങ്ങൾ ചെയ്ത ആളായിക്കോട്ടെ, പക്ഷെ അയാൾ ഏതോ ഒരു രാത്രിയിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് റബ്ബിനെ വിളിച്ചിട്ട് പടച്ചോനെ എന്ന് ആത്മാർത്ഥമായിട്ട് വിളിച്ചിട്ട് അയാളുടെ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പടച്ച റബ്ബ് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ടാകും. നമ്മൾ അയാളെ കുറിച്ച് തമ്മാടിയാണെന്നും കള്ളനാണെന്നും പറയുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ പെടുത്തും. ഇനി പ്രത്യേകിച്ച് ഉമ്മാരോട് അല്ലെങ്കിൽ സ്ത്രീകളോട് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇതെന്താ ആണുങ്ങൾക്ക് ഇത് ബാധകല്ലേ എന്ന് ചോദിച്ചത് കൂടുതലായിട്ടും കാണുന്നത് നിങ്ങളിലായതുകൊണ്ടാണ്. ഗീബത്ത്, നമീമത്ത് റമദാൻ മാസത്തില് ഒന്നും ചെയ്യാനില്ലെങ്കിൽ പിന്നെ അടുത്ത് ചെയ്യുന്നൊരു പണിയാണ്. അയലോക്കത്തെ താത്ത ഉണ്ടാക്കും, പണിയൊക്കെ കഴിഞ്ഞു, പത്തിരിയൊക്കെ വരുത്തി കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അത് തുടങ്ങും. അതായത് പൊതുവെ ഉമ്മാരൊക്കെ പറയുന്ന ഒരു വർത്താനുണ്ട്. എന്തെങ്കിലും ഒരു വിഷയം ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയും, ഞാൻ എന്തിനാ അതൊക്കെ പറയണെന്ന് വെച്ചിട്ട് അപ്പം പറയുന്ന ചോദ്യം, ഞാൻ ഇനി ഇല്ലാത്തൊന്നല്ലല്ലോ പറഞ്ഞത്, ഉള്ള എന്നല്ലേ പറഞ്ഞത്, അല്ലേ? അതായത് ഇല്ലാത്ത പറഞ്ഞ അതിന്റെ പേര് കളവ് എന്നാണ്, ഉള്ളത് പറഞ്ഞ അതിന്റെ പേര് ഗീബത്ത് എന്നാണ്. എന്താ ഗീബത്ത് പറഞ്ഞ എന്താ? ഒരു മനുഷ്യന് ഇഷ്ടമല്ലാത്തത് അയാളെ കുറിച്ച് മറ്റൊരാളോട് പറയലാണ്. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം മറ്റൊരാൾ അറിയുന്നത്. ഞാൻ ഉള്ളതല്ലേ പറയുന്നത്, നിങ്ങൾ ഉള്ളതാണ് പറയുന്നത്. പക്ഷെ പാപ്പരായി പോകുന്ന പടച്ചവൻ പറഞ്ഞ കൂട്ടത്തിൽ പെടും. അയാളോട് മാപ്പ് ചോദിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ പടച്ച റബ്ബ് നമ്മുടെ അടുത്തുള്ള നന്മകളൊക്കെ അയാൾക്ക് അങ്ങനെ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കും. വെറുതെ അതിന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ആണുങ്ങൾ മോശമല്ല, തീർച്ചയായിട്ടും. പക്ഷെ എന്താന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഇപ്പൊ ഒരു ഒഴിവ് സമയം കിട്ടുന്ന ആളുകൾ പൊതുവെ, അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ സംസാരിക്കാൻ താല്പര്യമുള്ള ആളുകൾ പൊതുവെ സ്ത്രീകളായിരിക്കും. ഏറ്റവും കൂടുതൽ ഗോസിപ്പിനുള്ള അവസരം കിട്ടൽ അവർക്കാണ്. ആണുങ്ങൾ ഇല്ല എന്നല്ല കേട്ടോ പറയുന്നത്. ആണുങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്. പിന്നെ ഞാൻ ആണായതുകൊണ്ട് എനിക്ക് ആണുങ്ങളെ കുറ്റം പറയാൻ പറ്റൂലല്ലോ, നിങ്ങളെ കുറിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. സേഫ് സോൺ അതാണല്ലോ. എന്നിരുന്നാലും അതായത് നമ്മുടെ വാക്കുകൾ നന്നാക്കുക എന്നുള്ളതാണ്. ഒരു വാക്ക് കൊണ്ടൊരു മനുഷ്യന്റെ ഹൃദയം നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മദ്ലൂമായി മാറും. അയാള് ആക്രമിക്കപ്പെട്ടവനായി മാറും. മദ്ലൂമിന്റെ പ്രാർത്ഥനക്ക് ഉത്തരണ്ട് എന്നാ. ആ സമയത്ത് പടച്ച റബ്ബേ, നിന്റെ മനസ്സ് അയാൾ വേദനിപ്പിച്ചിട്ടുണ്ട്, അതിനുള്ള ഇത് കൊടുക്കണട്ടോ എന്ന് അയാളെങ്ങാൻ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതിയാകും. ആ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ ജീവിതം ഇല്ലാതായി മാറും. പറയുന്ന വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പറയുന്ന വാക്കുകൾ അത്രമേൽ വലിയ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്. പക്ഷെ നമുക്ക് എപ്പോഴും ഒരാളെ പരിഹസിക്കുക, ഒരാളെ കുറ്റം പറയാം. ഞാൻ പലപ്പോഴും കാണുമ്പോൾ എനിക്ക് ഒട്ടും കോമഡി ആയി തോന്നാത്ത കാര്യങ്ങളാണ്. ചില ആളുകൾക്ക് ആക്സിഡന്റ് പറ്റുന്ന, ചില ആളുകൾക്ക് വീഴുന്നതൊക്കെ കണ്ടാണ്ട് ആളുകൾ ചിരിക്കുന്നത് കാണാറുണ്ട്. എന്തോ എനിക്കത് കാണുമ്പോൾ സത്യത്തിൽ ഭയങ്കര സങ്കടം തോന്നും. അയാളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലോ എന്നുള്ള തോന്നൽ വന്നു പോകും. ഞാൻ ഭയങ്കര പുണ്യാളനായതുകൊണ്ട് പറയാന്നല്ല ഉള്ള അർത്ഥത്തിലാട്ടോ. അതായത് ഞാൻ അങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയല്ല. നമുക്ക് എങ്ങനെയാ ഒരാളുടെ വീഴ്ചയിൽ സന്തോഷിക്കാൻ പറ്റുക? ഒരാൾ തകർന്നു കിടക്കുന്ന നേരത്ത്, ഒരു മനുഷ്യൻ ഒന്നുമല്ലാതിരിക്കുന്ന നേരത്ത് അയാളുടെ മേൽ ശാപവാക്കുകളും അയാളുടെ മേൽ കുത്തുവാക്കുകളും പറയുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ എങ്ങനെയാ പടച്ച റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുക? പക്ഷെ ഈ വാക്കുകളും ഈ പറഞ്ഞു പോയ കാര്യങ്ങളുണ്ടാകും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മളൊക്കെ
പൊരുത്തപ്പെടിക്കാതെ മനുഷ്യന്മാരോടുള്ള ഹക്ക് മനുഷ്യന്മാരോട് തന്നെ പൊരുത്തപ്പെടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന് പടച്ചോൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യമില്ല എന്നുള്ളത്. പക്ഷെ അതിനും കൂടിയൊക്കെ വേണ്ടിയുള്ള മാസമാണ് റമദാന്. പടച്ചോനെ നമുക്ക് ഇങ്ങനാണ്ട് കോരി തരികയാണ്. നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി. അതായത് പൊരുത്തപ്പെടിക്കാൻ കഴിയാതെ ചിലപ്പോൾ മുമ്പ് പൊരുത്തപ്പെടിക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചു പോയിട്ടുണ്ടാകും. അയാൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതുക, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ റമദാൻ മാസത്തില് ഒരു മനുഷ്യനോടും വെറുപ്പില്ലാതെ ജീവിക്കാൻ കഴിയാറിഞ്ഞ വലിയ ഭാഗ്യ. ബന്ധങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയണം. കാരണം എന്താണെന്നറിയോ, ഖിയാമത്ത് നാളില് സിലത്തുറഹം, അതായത് കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്നിട്ട് പറയും, പടച്ചോനെ അയാളെ സ്വർഗത്തേക്ക് പറഞ്ഞേക്കല്ല കേട്ടോ, അയാൾ ഇന്നെ വേർപിരിച്ച ആളാണ്, അയാൾ ഇന്നെ ചേർക്കാത്ത മനുഷ്യനാണ് കേട്ടോ. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഒന്ന് പടച്ചവനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെന്ന് വിചാരിച്ചോളി. കുടുംബ ബന്ധം ചേർക്കാത്ത ഒരു മനുഷ്യൻ ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന പോലും അള്ളാഹ് സ്വീകരിക്കൂല. ഒരു സദസ്സിൽ കുറെ ആളുകളുണ്ട്, അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബ ബന്ധം ചേർക്കാത്ത ഒരാള്, കുടുംബബന്ധം മുറിച്ച ഒരാൾ ആ സദസ്സിലുണ്ടെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടൂല എന്നാ. അതിന്റെ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ഞാന് എപ്പോഴും ആലോചിക്കാറുള്ള ഒരു കാര്യമുണ്ട്. നമ്മള് കുടുംബക്കാരോട് ഭയങ്കരമായിട്ട് വെറുപ്പ് കാണിച്ചു, എന്തിന്റെ പേരിലായിക്കോട്ടെ. ഒരു ദിവസം അയാളാണ്ട് മരിച്ചു, നിങ്ങൾ ഹാപ്പി ആവുമോ? നമുക്ക് ഹാപ്പി ആവാൻ കഴിയുമോ? അയാൾ മരിച്ചു, നമുക്ക് അയാളൊന്ന് പൊരുത്തപ്പെടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത്, രാവിലെ അങ്ങനെ ഉറക്കത്തിന് എണീറ്റപ്പം കേൾക്കുന്നത് ഇന്ന ആൾ മരിച്ചിട്ടുണ്ട് കേട്ടോ. ചില ആളുകളൊക്കെ ഭയങ്കരമായിട്ട് പറയാറുണ്ട്, മരിച്ചാലും ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല. എന്തൊരു വാക്കാണ് അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ആ വാക്ക് പടച്ച റബ്ബ് പറയാണ്, ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കും, എന്ത് ചെയ്താലും ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കും, ഒരു ദിവസത്തെ തൗബ മതി, ആ തൗബ കൊണ്ട് ഞാനൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കുന്നു പടച്ചവൻ പറഞ്ഞിട്ട് പടപ്പ് പറയുകയാണെങ്കിൽ മരിച്ചാലും ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല. നമ്മൾ എവിടെ എത്തി? അതായത് പൊറുക്കുക എന്നുള്ളത് പടച്ചവന്റെ സ്വഭാവമാണ്. അത് മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടക്കുക എന്നുള്ളത് ഇബിലീസിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണല്ലോ ഇബിലീസ് ഇപ്പോഴും അതിങ്ങനെ കൊണ്ട് നടക്കുന്നത്. ആളുകളോട് ഏറ്റവും സ്നേഹപൂർവ്വം അതിങ്ങനെ വിട്ട് വീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഏറ്റവും സമാധാനപൂർണമായൊരു റമദാനായിട്ട് നമുക്കത് മാറ്റാൻ പറ്റും. കഴിഞ്ഞിട്ടില്ല. പരസ്പര സഹകരണത്തിന്റെ മാസം കൂടിയാണ്. ഈ പരസ്പര സഹകരണത്തിൽ ആളുകൾ എങ്ങനെ ചേർത്ത് പിടിച്ച് ഇല്ലാത്തവരെ നമ്മൾ ചെയ്തു കൊടുത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രതിഫലം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഭക്ഷണം വിശാലാകുന്ന ഒരു മാസം കൂടിയാണ്. പരസ്പര സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ ഒക്കെ മനസ്സിൽ ഉണ്ടായി തീരേണ്ട ഒരു മാസം കൂടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും റമദാനിനെ കുറിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. കുറെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, പക്ഷെ എനിക്കും ഒരുപാട് തിരക്കുകളുണ്ട്, കേട്ടിരിക്കുന്ന നിങ്ങൾക്കും ഒരുപാട് തിരക്കുകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഇൻഷാ അള്ളാ വരാനിരിക്കുന്ന റമദാനിൽ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ അമലുകൾ ചെയ്യാനും നമസ്കാരം അള്ളാഹ്ക്ക് വേണ്ടി നിർവഹിക്കാനും ആളുകളെ ഒന്നും വെറുപ്പിക്കാതെ, ആളുകളോടൊരു വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കാതെ ഇപ്പോ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ വെച്ചൊന്ന് പറ, നമുക്കൊരു മനുഷ്യനോട് വെറുപ്പില്ല എന്ന് ആത്മാർത്ഥമായിട്ട് ഉറപ്പ് പറയാൻ പറ്റുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്ത്, എനിക്കൊരു മനുഷ്യനോടും ഒരു കാര്യത്തിലും വെറുപ്പില്ല എന്ന് പറയാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, മാഷാ അല്ലാ. 2 3 4, ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട് കേട്ടോ. 5 6, അൽഹംദുലില്ലാ. 8 9 10 11 12, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഞാൻ വിചാരിച്ചതിൽ എത്രയോ കൂടുതലാണ് കേട്ടോ. മാഷാ അല്ലാ. അത് ഉണ്ടെങ്കിൽ തന്നെ ഇനി എന്തെങ്കിലുമൊക്കെ അന്ന് എങ്ങാനും പറഞ്ഞു പോയിട്ടുണ്ടാകും, മരിച്ചാൽ ഞാൻ പൊരുത്തപ്പെട്ട് തരൂലാന്ന്. റമദാനല്ലേ മനുഷ്യന്മാരെ. പടച്ചവനോട് പറ, പടച്ചവനെ ഞാൻ ആരോടെങ്കിലും അങ്ങനെ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് നിരുപാധികം മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ചെയ്ത കാര്യത്തിന്റെ വകയായിട്ട് പടച്ചവനെ എൻ്റെ കാരുണ്യം ജീക്കും കൊണ്ട എന്നോടും വിട്ടുവീഴ്ച കാണിക്ക്. പടച്ചവനോടൊന്ന് ആത്മാർത്ഥമായിട്ട് നെഞ്ഞത്ത് കൈവച്ച് പറയും, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു ദിവസമെങ്കിലും എനിക്കിനി ഒരാളോടും വെറുപ്പില്ല. അഥവാ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, നിങ്ങളോട് ആർക്കെങ്കിലും വെറുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുക. അയാളെ വെറുപ്പും കൊണ്ട് നടക്കാതിരിക്കുക, അത് അയാളുടെ ഇഷ്ടം. പക്ഷെ നിങ്ങൾ അയാളോട് വെറുപ്പ് സൂക്ഷിക്കാതിരിക്കുക. എന്നെ വെറുക്കുന്ന ആളുകളുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. എനിക്ക് ഒരാളോടും വെറുപ്പില്ല, എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്ന എൻ്റെ മക്കളോട് ഞാൻ പറയാറുള്ള ഒരു വാക്കുണ്ട്, ഒരാളെയും അമിതമായി സ്നേഹിക്കാതിരിക്കുക, ഒരാളെയും വെറുക്കാതിരിക്കുക. എന്ന ലൈഫ് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഈ ഒരു റമദാൻ മാസത്തില് പരസ്പര ബന്ധങ്ങൾ ചേർത്ത് പിടിക്കുക. നമ്മളെ കരയിച്ചവര്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും.
അവർക്കൊക്കെ നിരുപാധികം മാപ്പ് നൽകുക. അവരെന്നോട് ചെയ്ത സർവ്വതിനും ഞാനത് ചെയ്തു, ഞാൻ പുറത്തു കൊടുത്തു എന്ന് പറയാം. ഇത് ഇങ്ങനാണ്ട് മനസ്സിൽ നമ്മൾ അവർക്കൊരു മാപ്പ് നൽകി കഴിഞ്ഞാൽ, എന്തിനാ നമ്മളൊരു വെറുപ്പ് ഇങ്ങനെ കൊണ്ടെടുക്കുന്നത്? ഒരു ഭാരം നമ്മൾ എന്തിനാ കൊണ്ടെടുക്കുന്നത്? ഒരു മനുഷ്യനോട് വെറുപ്പ് കൊണ്ടെടുക്കുക പറഞ്ഞാൽ ക്യാൻസർ പോലെയാണ്. ക്യാൻസർ നമ്മുടെ മനസ്സിലുണ്ടാകും, നമുക്ക് ആർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ. അതങ്ങനാണ്ട് ഇല്ലാണ്ടാക്കുക. ആ ശുദ്ധീകരണത്തോടുകൂടി, ആ ശുദ്ധീകരിച്ച മനസ്സോടുകൂടി റമദാനിനെ വരവേൽക്കുക. പടച്ച റബ്ബ് ചേർത്ത് പിടിക്കും. റബ്ബിന്റെ അടുത്ത് ചെല്ലുമ്പോൾ, പടച്ചോനെ ഞാൻ നോമ്പുകാരിയായിരുന്നു, ഞാൻ നോമ്പുകാരനായിരുന്നു, ഇൻക്ക് തരുമെന്ന് പറഞ്ഞത് എവിടെയെന്ന് പടച്ചവനോട് ചോദിക്കാം. അപ്പോൾ പടച്ചറപ്പ് പറയും, എന്റെ കുട്ടിയല്ലേ, ഞാൻ തരടോ എന്ന് പറയും. ഇൻഷാ അല്ലാഹ് ആ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും പടച്ചറപ്പ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക. എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങൾ എല്ലാവരും ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. താങ്ക് യു സോ മച്ച് ഇല്ലാസ്ക. നമ്മൾ ഇന്ന് പറയുന്ന പോലെ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇല്ലാസ്ക ഇന്ന് സെക്ഷൻ അവസാനിപ്പിക്കാറുള്ളത്. ഞാൻ നിങ്ങൾ പറഞ്ഞ സമയത്ത് ഏതോ ഒരു പോയിന്റ് ലാസ്റ്റ് പറയണമെന്ന് കരുതിയിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇതിൽ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ ഓർമ്മ പോയിന്റ് ആയിരുന്നു. ഇതിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, നിസ്കാരം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട ആൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് ഇതിൽ. അതുപോലുള്ള കുറെ കാര്യം നമുക്ക് ഉള്ളിലോട്ട് എടുക്കാനുള്ള ഉണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മളെപ്പോഴൊക്കെയോ നമുക്ക് ഉസ്താദുമാര് അല്ലെങ്കിൽ അവർ പറയുന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ബോധേഡാവുക. അപ്പൊ നമ്മൾ ബോധപൂർവ്വം ട്രെയിനേഴ്സ് ആയാലും ആരെങ്കിലായാലും ഖുറാൻ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഖുറാന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ റിയൽ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ നല്ല ഈസി ആയി തുടങ്ങും. സിമ്പിൾ ആയിട്ട് തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ അടിപൊളി പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ ഫീഡ്ബാക്ക് പറയുന്നതിനൊക്കെ എപ്പോഴും സ്റ്റുഡൻസ് പറയുമ്പോഴാണല്ലോ നിങ്ങൾക്കും കറക്റ്റായി എന്താണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. സെലിൽ മാമിന് സ്റ്റാർട്ട് ചെയ്തോട്ടെന്ന് തോന്നുന്നു. സെലിൽ മാമിന് വീഡിയോ മോഡിൽ ഫുൾ ടൈം കണ്ടിരുന്നു. ഫസ്റ്റ് ടൈം ആണ് ആളെ യൂണിക് ടോക്കിൽ കാണുന്നത്. ആരാണ് ഇൻട്രൊഡ്യൂസ് പറഞ്ഞോളെ. എന്നെ ഖുറാൻ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തജ്വീദ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാസർഗോഡുള്ള ഒരു ടീച്ചർ അപ്പോഴാണ് എനിക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. എനിക്കിത് ഇപ്പോൾ ഈ ക്ലാസ് വളരെ നന്നായിട്ട് തോന്നി. കുറേ എന്തൊക്കെയോ മനസ്സിലേക്ക് കയറിയിട്ടുണ്ട്, എന്തൊക്കെയോ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ നാളെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഓഫ്ലൈൻ ക്ലാസ്. നാളത്തെ അതെ ഇൻഷാല്ലാ. ശരി, താങ്ക് യു. ഇല്ലേസ്കനെ മൈക്ക് ഞാൻ മ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഒരു എക്കോ ഇതിന്റെ ഇടയിൽ വന്നിരുന്നു, എവിടെന്നാ മനസ്സിലായില്ല. അത് എനിക്ക് തോന്നുന്നു സെലിം മാമിന്റെ മൈക്കിലാണ് ആ പ്രശ്നം തോന്നുന്നുണ്ട്. ഞാൻ പറയുമ്പോ പ്രശ്നമില്ലല്ലോ. അല്ല ഇപ്പൊ ശരിയായി. അതാ പറഞ്ഞു, സലീം മാം മൈക്ക് ഓൺ ആക്കിയ സമയത്താണ് ആ ഒരു എക്കോ ഉണ്ടായിരുന്നത്. കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെ. ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, ശരി. ഹബീബ മാം കമന്റിലൂടെ പറയുന്നുണ്ട്, മാഷാ അല്ലാ നല്ല ക്ലാസ് ആയിരുന്നു, ഒരുപാട് അറിവ് കിട്ടി, സന്തോഷം. താങ്ക് യു ഹബീബ മാം. നെക്സ്റ്റ് ആരായിരുന്നു ഫീഡ്ബാക്ക് അറിയാൻ വരുന്നത്? നമ്മളെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളുണ്ട്, പുതിയ പേരുകളുണ്ട്. ആർക്കും വരാട്ടോ, മൈക്കെല്ലാവർക്കും മ്യൂട്ട് ചെയ്യാൻ പറ്റും, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ മോഡിൽ തന്നെ വന്നാട് പറയണം നിർബന്ധമൊന്നുമില്ല. വീഡിയോ ഓൺ ആക്കാതെ ഓഡിയോ മാത്രം ഓൺ ആക്കിയിട്ടും പറയാം. ഒന്ന് പറയും മനുഷ്യന്മാരെ. എന്താണ് ഫീൽ ചെയ്തെന്നില്ല ജസ്റ്റ് പറഞ്ഞാൽ മതി. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. RS മാം പറഞ്ഞോളൂ. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ നിസ്കാരം എന്ന് പറഞ്ഞാല് നമ്മള് എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, എന്റെ പിടിച്ചിട്ട് ചെയ്യണ ഒരാളാണ് ഞാന്. ഇപ്പൊ ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര എന്താ പറയാ, നാളെ മുതൽ ഇനി സാറ് പറഞ്ഞ പോലെ നിസ്കരിക്കണം. അപ്പൊ ഞാനിങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിട്ട് ഒരു കാത്തിരിപ്പായി. ഇനി സാറ് പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്കണം. മറ്റേത് നമ്മൾ വേഗം കയറും, ചിലപ്പോ പടിത്തിരക്കിലൊക്കെ ഇട്ടിട്ടാണ് ഓടിയിട്ടാവും നമ്മൾ നിസ്കരിക്കുക. വീട്ടിലത്തെ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ നിസ്കാരം ചിലപ്പം ഡിലേ ആയിട്ടാവും. കൊടുത്തേക്കിനൊന്നും പോയിട്ട് നിസ്കരിക്കൂല. ചിലപ്പം ളുഹുറ് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 3 മണിക്ക് കയറിയാൽ ളുഹുറ് മസ്റും കൂടെ നിസ്കരിച്ചിട്ടുണ്ട് ഇറങ്ങാൻ ഒരു മനോഭാവം ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇതൊക്കെ കേട്ടപ്പോ ഇനി അങ്ങനൊന്നും ചെയ്യില്ല. നാളെ മുതൽ പക്ക ബാങ്ക് കൊടുത്തേക്കിനെ നിസ്കരിക്കണം, അങ്ങനെയുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ നിസ്കാരത്തിന്റെ അർത്ഥം അറിഞ്ഞിട്ട് ചെയ്യണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. അർത്ഥം കുറെയൊക്കെ അറിയെങ്കിൽ കൂടിയിട്ട്, പക്ഷെ ഞാനൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അർത്ഥം ചിന്തിക്കാൻ നിൽക്കാറില്ല, അത് സത്യമായ കാര്യമാണ്. പക്ഷെ നാളെ മുതൽ ഇനി സാറ് പറഞ്ഞ പോലെ നിസ്കരിക്കണം. അപ്പൊ ഒരുപാട് അറിവ് കിട്ടിയതിന് താങ്ക് യു. താങ്ക് യു റസീന മാം. അതുപോലെ തന്നെ ഒക്കെ പറ്റട്ടെ.
നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് എടുക്കുന്ന തീരുമാനമായിരിക്കും നമ്മളെ ജീവിതം മുഴുവൻ മാറ്റുക എന്ന് പറയും. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ റിസൾട്ടാണ് നമ്മൾ ഇന്നത്തെ ലൈഫ്. ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നു ചെയ്ത് എനിക്ക് ഓരോ അവസരം വന്ന സമയത്ത് ഞാൻ എടുത്തിട്ടില്ല. ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ ഇന്ന് ഏർക്ക് അവിടെ ലിങ്ക് വന്ന സമയത്ത് എനിക്ക് ക്ലാസ് കേൾക്കണം എന്നൊരു തീരുമാനത്തിൽ നിങ്ങൾ എടുത്തതാണ്. അപ്പൊ നമ്മളെ ലൈഫിൽ എപ്പോഴും നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് നമ്മളെ ലൈഫിനെ രൂപപ്പെടുത്തുക എന്ന് പറയും. അപ്പൊ ചിലപ്പോൾ ഈ ഒരു ക്ലാസ് കേട്ടതായിരിക്കും നിസ്കരിക്കാന്നില്ല. പിന്നെ നിസ്കാരത്തിന്റെ വേറൊരു ഞാനും വല്ലാതെ സ്ട്രൈക്ക് ഒരു പോയിന്റ് ആയിരുന്നു. നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നം ആയിക്കോട്ടെ, ആദ്യം നിങ്ങൾ നിസ്കാരം കൃത്യമാക്കുക, ബാക്കി അതിന്റെ പിറകെ വന്നോളൂ. എന്തൊക്കെ പ്രശ്നമാവട്ടെ, ഫിനാൻഷ്യൽ ആവട്ടെ, മെന്റൽ ആവട്ടെ, ഇനിയിപ്പോ വീട്ടിലത്തെ കാര്യങ്ങളാവട്ടെ, എന്തായി കഴിഞ്ഞു കഴിഞ്ഞാലും അതാദ്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാല് നിങ്ങൾ സെറ്റ് യുവർ സെൽഫ് ഫസ്റ്റ്. അതിന്റെ പ്രയോറിറ്റി കൊടുക്കുക, എത്രക്ക് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക എന്നില്ല. നമ്മളെ ലൈഫിൽ ഒരുപാട് സ്ട്രക്ചർ കൊണ്ടുവരാന് നമ്മൾ അതിന്റെ ടൈമിങ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ബ്രേക്ക് എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ കുറെ ഹെക്റ്റിക് ഷെഡ്യൂളിൽ നിന്ന് മാറ്റി നിർത്താൻ പഠിച്ചവനായിട്ട് ആക്കണമെന്നില്ല. പിന്നെ ഇങ്ങനെ ഈ ഒരു ക്ലാസ്സിന്റെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ ടീമിലൊക്കെ പറയല്ലേ, ഓരോരുത്തർക്കും ഇന്റെ പഠിച്ചോനെ ഇന്റെ അള്ളാന്ന് പറയുമ്പോൾ ഒരു ഫീലിംഗ് നമുക്ക് വരുമല്ലോ. ഇന്റെ കുട്ടി എന്ന് പറയുമ്പോൾ നമുക്കൊരു വേദന ഇല്ലേ, നമ്മളെ കുട്ടിക്ക് മുറിയായി കഴിഞ്ഞ് കഴിഞ്ഞാല്, അല്ലെങ്കിൽ എന്റെ ഉമ്മാക്ക് വയ്യാതായാല് പഠിച്ചോനെ എന്റെ ഉമ്മാക്ക് വയ്യാതായിട്ടുണ്ട്, ആ ഒരു ഇന്റെ ഉമ്മ എന്റെ കുട്ടിക്ക് ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അതുപോലെ എന്റെ പടച്ചോനെ രക്ഷിക്കും, എന്റെ പടച്ചോനെ ബുദ്ധിമുട്ടിക്കൂല, ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മൾ നിസ്കാരം ചെയ്യുന്ന സമയത്തായാലും ഇപ്പൊ ഈ ഖുർആൻ അർത്ഥറിഞ്ഞ് ഓടുന്ന സമയത്തായാലും ഒക്കെ പറയുന്നത്. ഇതിലേക്ക് ഏറ്റവും ബെസ്റ്റായി ഒക്കെ സഹായിക്കുന്ന കാര്യം നിസ്കരിക്കുമ്പോൾ ഇതാക്കുന്നില്ല, ഏറ്റവും അടിപൊളിയായി തന്നെ പറ്റട്ടെ ഇൻഷാ അല്ലാ. നെക്സ്റ്റ് ആരായിരുന്നു? താങ്ക് യു റസീന മാം, ഷാന മാം, ഹുസ്ന മാം, കുറെ പുതിയ പേരുകളൊക്കെ കാണുന്നുണ്ട്. ആരായിരുന്നു ഫീഡ്ബാക്ക് പറയാൻ വരുന്നത്? സജഷനുകൾ ഉണ്ടെങ്കിലും പറയാട്ടോ. നിങ്ങൾ ഇതുപോലെ നിസ്കരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചിലരോരുത്തർ പറയില്ല, ഇന്ന കാര്യം ചെയ്ത സമയത്ത് എനിക്ക് എന്തുകൂടെ നിസ്കാരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി, ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറയാട്ടോ. നമ്മൾ സജഷനും ഫീഡ്ബാക്കും ആയിട്ടാണ് യൂണിക് ടോക്ക് ഇന്നും മുന്നോട്ട് പോകാറുള്ളത്. അല്ല, അതിന്റെ കൂടെ ഒരു ചെറിയൊരു കാര്യം കൂടി പറയാൻ അതായത് നല്ല ഇപ്പം ഓർമ്മ വന്നൊരു കാര്യം പറയാം. അതായത് ഭയങ്കരമായിട്ട് ഇമോഷൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവില്ല. അതായത് ദേഷ്യം, എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിന്തിക്കാനല്ല കഴിയുക, പിന്നെ ആ ഇടങ്ങേറിലായിരിക്കും നമ്മൾ പോവുക. ഇങ്ങനെ ഇമോഷൻസ് പലപ്പോഴും തിങ്കിങ്ങിനെ ഹൈജാക്ക് ചെയ്യുന്നൊരു സംഭവം ഉണ്ടാവും. അതായത് അമിഗ്ദലയിലാണ് ശരിക്ക് ഇമോഷൻസ് ഒക്കെ കിടക്കുന്നത്, കോർട്ടക്സിലാണ് ഈ തിങ്കിങ് ഒക്കെ കിടക്കുന്നത്. അതായത് അമിഗ്ദല കോർട്ടക്സിനെ അങ്ങനെ ഹൈജാക്ക് ചെയ്യുന്നൊരു സംഭവമൊക്കെ ഉണ്ട്. ഇത് നിസ്കാരത്തിലൂടെ കറക്റ്റ് ആവുന്നതാണ്. പക്ഷെ ആ നിസ്കാരം അതിന്റെ രൂപത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ മാത്രം കേട്ടോ. റുക്കുവിനെ കുറിച്ച് പറയാറുള്ളത് കംഫർട്ട് ഇൻ ഡിസ്കംഫർട്ട് എന്നാ. നിസ്കാരത്തിൽ ഏറ്റവും പ്രയാസമുള്ള ഒരു അമൽ ഏതാന്ന് ചോദിച്ചാൽ, ഒരു പ്രവൃത്തി ഏതാന്ന് വെച്ചാൽ റുക്കുവാണ്. 7 പോലെ ഇങ്ങനെ നേരെ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, നിസ്കരിക്കുമ്പോൾ പെരടിയും തലയും ഒക്കെ സമമായി 7 പോലെ ഇങ്ങനെ നിൽക്കണം എന്നാണ്. ആ കോലത്തിൽ ഇങ്ങനെ കുറച്ചു നേരം സുബ്ഹാന റബ്ബിയൽ അളീം ബിഹംദിഹി അതിന്റെ അർത്ഥം അറിഞ്ഞ് 3 വട്ടം ശരിക്ക് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആ നൃത്തം കുറച്ച് ഇടങ്ങേറ് തന്നെയാണ്. പക്ഷെ ആ സമയത്ത് അതിങ്ങനെ നിരന്തരം ആ അർത്ഥം അറിഞ്ഞ് ആ ഇമോഷൻസ് ഉൾക്കൊണ്ട് പറയുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കോർട്ടെക്സ് എന്ത് ചെയ്യും, സ്ട്രോങ് ആവുന്നതാണ്. എന്നുവെച്ചാൽ അമിഗ്ദല പതിയെ 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 ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. പക്ഷെ എത്ര ഇമോഷൻസ് വന്നാലും ക്ലാരിറ്റിയോട് കൂടി ചിന്തിക്കാൻ കഴിയും. ആ ഇമോഷൻസിൽ തീരുമാനം എടുക്കാതെ ആ തിങ്കിങ്ങിലൂടെ തീരുമാനം എടുക്കാനുള്ള, അതായത് നിസ്കാരം ശരിക്കും നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാവരും നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിക്കാരും ലോകത്ത്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം കുറേ തിരക്കുകള് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഒട്ടും തിരക്കില്ലാത്ത സ്നേഹമാണ് പടച്ചവൻ്റെത്. ആ സ്നേഹം, ആ തിരക്കില്ലാത്തൊരു ലൈഫ്, ആ നിസ്കാരം നമ്മളിങ്ങനെ നിലനിർത്താൻ തുടങ്ങലോടുകൂടി ആ സ്നേഹം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ശരിക്കും ആ നിസ്കാരവും ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഞാനത് നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ ഞാനത് ഒരട്ടെങ്കിലും ഫീൽ ചെയ്ത് നോക്കണ്ടേ? ഞാനത് ഒരട്ടെങ്കിലും ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നിലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഠിച്ചവൻ അതിനൊക്കെയുള്ള തൗഫീക്ക് നൽകട്ടെ. ആമേൻ ആമേൻ. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്തെങ്കിലും എക്സ്പീരിയൻസോ ഫീഡ്ബാക്കോ സജഷനോ കാര്യങ്ങളോ ആയിട്ട്? 23 ആളുകളോട് കാണുന്നുണ്ട്. അപ്പോൾ 4 നമ്മൾ 2 പേരാണ് ഇപ്പൊ ഫീഡ്ബാക്ക് വരണുണ്ടായിരുന്നു. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്തെങ്കിലും ആഡ് ചെയ്യാനോ കാര്യങ്ങളോ ആയിട്ട്? ഹസ്ന മാം, മറിയം മാം, ജുഹ്റ മാം, ഹബീബ മാം, സ്മിത മാം, മാജിദ മാം, റസീന മാം പറഞ്ഞിരിക്കുന്നു. ഇതേപോലെ നല്ല മാത്രം പറയണമെന്നില്ല കേട്ടോ. അയാൾ ആ പറഞ്ഞ ശരിയായില്ല എന്ന് പറയണമെങ്കിൽ അതും പറയണേ. കാരണം ഞാൻ സാധാരണ എനിക്കൊരു ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഈ ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല സത്യത്തിൽ. അതെനിക്കറിയാം, എൻ്റെ ക്ലാസ്സിന്റെ കുറിച്ച് എനിക്കറിയാവുന്നത് കൊണ്ടാണ്. കാരണം ഞാൻ ഇത് സാധാരണ പ്രിപ്പയർഡ് ആവാതെ പോകുന്ന ആളാണ്, പക്ഷെ ഇതിനൊട്ടും പ്രിപ്പയർഡ് അല്ല എന്നുള്ളത് കൊണ്ടാണ്.
അപ്പൊ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും ഉണർത്തണം. കാരണം നല്ലത് പറയാൻ എല്ലാവരും ഉണ്ടാകും. ചീത്ത ഞാൻ എൻ്റെ ഒരു പോസ്റ്റർ ഇങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരനെ അയച്ചു കൊടുക്കും. ഞാൻ ഓന് സ്പെസിഫിക് ആയിട്ട് ഓനക്ക് അയച്ചു കൊടുക്കുള്ളൂ. കാരണം ഓനെ കണ്ട ആദ്യം പറയും ഇതെന്താണ് എൻ്റെ മൂക്ക് അങ്ങനെ, ഇതെന്താ എൻ്റെ നോട്ടം എങ്ങനെയാന്നുള്ളത് ആദ്യം ഓനെ പറയാം. അതായത് എന്നെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണല്ലോ നമുക്ക് തിരുത്തലുകൾ വരുത്താൻ സാധിക്കുക. അപ്പം നല്ലത് മാത്രം പറയണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെങ്കിലും അത് പറയാ. അതിനുള്ളൊരു ഒരു 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 അവസരം കൂടിയാണ്. ഒരു പക്ഷേ ഒരു കാര്യം നമ്മൾ പറയലോടുകൂടി അത് മറ്റുള്ള ആളുകൾ കേൾക്കലോടുകൂടി ചിലപ്പോൾ എന്തെങ്കിലും പ്രാർത്ഥനയെങ്കിലും നമുക്ക് അതിലൂടെ കിട്ടിയേക്കാം. നിങ്ങൾ പറയുന്ന ഒരു അമീനിലൂടെ ആയിരിക്കാം. ഇൻഷാ അല്ലാഹ്. എന്തായാലും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യുകയും ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ അതും ചോദിക്കാട്ടോ. റിലേറ്റ് ചെയ്തില്ല വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാനൊക്കെ ആണെങ്കിൽ. ഹലോ. ഹലോ. അതെ, ഞാനിപ്പോ നേരത്തെ പറഞ്ഞില്ലേ റസീനയാണ്. പറഞ്ഞു. സാറ് പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ പറയാ ഇന്നിപ്പോ നിസ്കാരത്തിൽ ഇപ്പൊ നമ്മൾ മദ്രസയിൽ പഠിക്കണതിനിപ്പോ അതിന്റെ തെജീവിതും കാര്യങ്ങളും നിയമങ്ങളാണല്ലോ പറയല്ലേ. അപ്പൊ സാറ് പറഞ്ഞപ്പോ റുക്കു പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു 7 പോലെ നിൽക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഉള്ള നിയമങ്ങൾ പറയും. പക്ഷെ സത്യത്തില് അങ്ങനെ നിന്ന് നിസ്കരിച്ച്, പക്ഷെ നമ്മൾ മനുഷ്യന്മാരാണ്, പെട്ടെന്ന് ചെയ്യുമ്പോഴൊക്കെ ഇതുണ്ടാവും. പഠിച്ചോ അപ്പൊ ശരിക്കും എന്റെ അടിമ ഞാൻ പറയുന്നത് ചെയ്യണ്ട് എന്നല്ലേ വിചാരിക്കുക, അല്ലെങ്കിൽ ആ തെറ്റ് അത് അവളുടെ നിസ്കാരം തെറ്റാണെന്ന് പറഞ്ഞിട്ട് അത് സ്വീകരിക്കാതിരിക്കോ? എന്താ ഇല്ലില്ല, അതായത് 7 പോലെ എന്നുള്ളത് അതിന്റെ പൂർണ്ണ രൂപമാണ്. അല്ല, 7ന്റെ മാത്രല്ല ഞാൻ പറയുന്നത്. പൊതുവെ മദ്രസിൽ പറയുമല്ലോ 3 പ്രാവശ്യം അനങ്ങിയ നിസ്കാരം തെറ്റാവും, അങ്ങനെ ചെയ്ത നിസ്കാരം തെറ്റാവും, ഇങ്ങനെ ചെയ്ത നിസ്കാരം. അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോ പണ്ടൊക്കെ, ഇപ്പോഴല്ല, ഇപ്പോഴ നമുക്ക് കുറച്ചൊരു ഇത് വന്നോണ്ട് നമുക്ക് അറിയാം. പണ്ടൊക്കെ നമ്മൾ ആദ്യം എന്താ വിചാരിക്കാൻ, നിസ്കരിക്കാൻ കഴിഞ്ഞിട്ട് പോലെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ എന്റെ നിസ്കാരം തെറ്റുമോ, ഞാൻ അങ്ങോട്ട് എന്റെ നിസ്കാരം തെറ്റുമോ, അങ്ങനെയുള്ള ഒരു ചിന്ത വരുമായിരുന്നല്ലോ. ആദ്യം നമ്മൾ നിസ്കാരം തെറ്റുമോ എന്നുള്ള ചിന്ത തെറ്റായിരുന്നു നമ്മൾ നിസ്കരിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ഞാൻ ചോദിക്കണേ. ഇല്ല, നമ്മള് അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എപ്പോഴും പഠിച്ചവനെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഒരുപാട് തെറ്റുകൾ ഉണ്ടാകും. പഠിച്ചവനെ പറയുന്നുണ്ട് ലാ തഖ്നതു മിർ റഹ്മത്തില്ല, നിങ്ങൾ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശ വെടിയതിട്ടോ എന്ന് പറയുന്നിടത്ത് പഠിച്ചവൻ അതിന്റെ മുമ്പ് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്. അതായത് സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചവരെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. തെറ്റ് ചെയ്തവരോടാണ് പഠിച്ചവൻ പറയുന്നത്, അല്ലാതെ തെറ്റ് ചെയ്യാൻ പോണവരോടൊന്നോ യാ അയ്യുഹല്ലദീന ആമനു എന്നല്ല പറയുന്നത്. തെറ്റുകൾ സംഭവിച്ചു പോയ ആളുകൾ ലാ തഖ്നതു മിർ റഹ്മത്തില്ല, നിങ്ങൾ അള്ളാഹിന്റെ റഹ്മത്തിനെ കുറിച്ച് ആശ വെടിയരുത് കേട്ടോ. പഠിച്ചവൻ എന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾ ആ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അത് പഠിച്ചവൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ നമുക്ക് പേടി? അപ്പൊ അതില് ആ സംഭവിച്ചു പോയതിലൊന്നും ഇതാക്കണം. ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഈ നിസ്കാരം പഠിച്ചവന് വേണ്ടിയിട്ട് ഉള്ളതാണ് എന്നതിലപ്പുറത്തേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 7ന്റെ കാര്യം പറയുന്നതും ഈ അർത്ഥം അറിഞ്ഞ് പറയണം എന്നൊക്കെ പറയുന്നത്. അത് പഠിച്ചവന് വേണ്ടിയിട്ടല്ല, പഠിച്ചവൻ നമുക്ക് കുറെ കൂലി തരാൻ വേണ്ടിയിട്ടല്ല, അത് നമുക്ക് വേണ്ടിയിട്ട് കൂടിയുള്ളതാണ്. ആത്മാവിനോട് നമ്മൾ കാണിക്കുന്ന ഒരു സ്നേഹമാണ്, നമ്മുടെ ആത്മാവിനോട് നമ്മൾ കാണിക്കുന്ന സ്നേഹമാണ് നിസ്കാരം. അതിങ്ങനെ പ്യൂരിഫൈ ചെയ്തെടുക്കുകയാണ്, അത്രേ ഉള്ളൂ. അപ്പൊ അതില് ഇതാക്കാനൊന്നുമില്ല, പഠിച്ചവൻ കൂടെ ഉണ്ട്. ഹലോ. താങ്ക് യു ലെസ്ക. സുനിറ മാം എന്തെങ്കിലും പറയാൻ വന്നതായിരുന്നോ? അതെ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാൻ എനിക്ക് ഫസ്റ്റിലും കേട്ടു ലാസ്റ്റിലും കേട്ടു. അപ്പോൾ എനിക്ക് ഇടയ്ക്കുള്ളത് കാര്യങ്ങൾ കേൾക്കാത്ത കാരണമാണ് ഞാൻ ഫീഡ്ബാക്ക് പറയാൻ ലേറ്റായത്. പിന്നെ എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ ഇന്നിപ്പോൾ മഗ്‌രിബ് നിസ്കരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. അതിൻ്റെ മുന്നേ ആയിട്ട് ഞാനൊരു നമ്മുടെ ഫോണിലൊരു മസാല പോലെ അങ്ങനെ കണ്ടു, കുറേ നിയമങ്ങൾ പറഞ്ഞിട്ട്. അതായത് ആ വിഷയം ഞാൻ പറയുന്നില്ല, കുറേ നിയമങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഇത്രയും ചെയ്യണം അങ്ങനെ. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, പടച്ചോനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ശരിയാവില്ലേ? അങ്ങനെയല്ലല്ലോ നമ്മൾ ചിന്തിക്കേണ്ട ഒരിക്കലും. അപ്പം അല്ലെങ്കിലും നമ്മുടെ സാഹചര്യം എങ്ങനെയാണോ അത് വെച്ച് നമ്മൾ നിസ്കരിച്ചാൽ അത് പടച്ചോൻ കാണും, അത് സ്വീകരിക്കും എന്നുള്ളൊരു അങ്ങനെ ഒരു ചിന്തയാണ് എനിക്ക് ഫീൽ ചെയ്ത്. മസാല അത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വന്നതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ചെയ്യണം. നിസ്കാരം എന്ന് പറയുമ്പോൾ ഒരു മുടി പോലും കാണാൻ പാടില്ല. അത് ശരിയാണ്, പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മുടെ കാരുണ്യവാനായ റബ്ബ് സ്വീകരിക്കുന്നവനാണ്. നമ്മുടെ മനസ്സിലേക്കാണല്ലോ അള്ളാഹ് നോക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു ചിന്ത എനിക്ക് തന്നതാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സന്തോഷം വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ നിസ്കരിക്കാൻ, വിഷമം വരുമ്പോൾ നിസ്കാരം ബാക്കിലൊക്കെ അത് പല രീതിയിലുണ്ടാവും. ചിലവർക്ക് വിഷമം വരുമ്പോൾ നിസ്കരിക്കുന്നവരുണ്ടായിരിക്കാം, കൂടുതൽ നിസ്കരിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം വരുമ്പോഴാണ്
കൂടുതൽ നിസ്കരിക്കാൻ താല്പര്യം. അതും കൂടി അത് ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല, സാറിൻ്റെ ക്ലാസ് ഞാൻ ഒന്നുകൂടി യൂട്യൂബിൽ വരുമ്പോൾ കാണും ഇൻഷാ അള്ളാ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫീഡ്ബാക്ക് പറയാൻ ഇത്രയും ലേറ്റ് ആയത്. ഓക്കെ, താങ്ക് യു സർ. ഇതില് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മള് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പാലിക്കേണ്ടത് തന്നെയാണ്. എന്നുവെച്ചാല് പടച്ച റബ്ബൊക്കെ പൊരുത്തപ്പെട്ട് തരുന്നതിനാണ്. പക്ഷെ അതോടൊപ്പം അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലും ഭയങ്കരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. പടച്ചവൻ നോക്കുന്നത് ഭയങ്കര പെർഫെക്ഷൻ എന്നുള്ള അർത്ഥത്തിലല്ല, നിങ്ങൾ ചെയ്യുന്നുണ്ടോ നോക്കുന്നുണ്ട്. അതോടൊപ്പം ആ ചെയ്യുന്നത് എത്രത്തോളം ബെസ്റ്റ് ആക്കി തീർക്കാൻ നിങ്ങൾ ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് കൂടി പടച്ചവൻ നോക്കുന്നുണ്ട്. നമ്മുടെ പ്രയാസങ്ങൾ പടച്ചവൻ കാണാഞ്ഞിട്ടല്ല, പക്ഷെ എത്രത്തോളം ഡിവോട്ടഡ് ആണ് നമ്മൾ എന്ന് അറിയാന് അത് പടച്ച റബ്ബ് ഏറ്റവും കാരുണ്യവാനാണ് നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ ഒക്കെ സൂക്ഷ്മമായി അറിയുന്ന ആളും കൂടിയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണോ, നമ്മൾ ചിലപ്പോൾ ഒരു അലസത കൊണ്ടായിരിക്കാം, മടി കൊണ്ടായിരിക്കാം നമ്മൾ ചെയ്യാതിരിക്കുന്നത്, നമ്മൾ പോലും അറിയാത്ത മടി കൊണ്ടായിരിക്കാം. പൂർണ്ണതയോടു കൂടി അത് ചെയ്യാൻ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ മുന്നിട്ടിറങ്ങുമ്പോൾ പടച്ചവന് നമ്മളോടുള്ള ഇഷ്ടം കൂടുക എന്നല്ലാതെ അത് കുറയൂലല്ലോ. പടച്ചവനോട് നമ്മൾ വീണ്ടും ഒന്നും കൂടി അടുക്കുകയാണ്. ആ പറഞ്ഞതൊക്കെ ഞാൻ പാലിക്കുന്നുണ്ട്, എനിക്ക് പ്രയാസമാണ് എന്നിട്ട് ഞാനത് പാലിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ അതൊന്നുകൂടി രസമല്ലേ. അപ്പൊ എത്രത്തോളം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ അതിനോട് നമ്മളും തന്നെ പാകപ്പെടുന്നതിനനുസരിച്ച് പടച്ചവൻ നമ്മളിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇൻഷാ ഓക്കെ അള്ളാ. സർ, താങ്ക് യു, താങ്ക് യു. പിന്നെ റാമാം ഇല്ലാസ്ക സുഹറാമാം ചാറ്റിൽ നല്ലൊരു ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, നല്ല ക്ലാസ് ആയിരുന്നു. പഠിത്തത്തിന്റെ കണക്ഷൻ നഷ്ടപ്പെട്ട ഒരു ഫീൽ എനിക്കിപ്പോ ഉണ്ട്. പറ്റിയ അന്വേഷണത്തിലാണ്. അൽഹംദുലില്ലാ. റെക്കമെൻഡ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തി. ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ ദ്വാ ചെയ്യാം. തീർച്ചയായിട്ടും നമുക്കും തീർച്ചയായിട്ടും. വേണ്ടി ദ്വാ ചെയ്യുക. ഇവിടെ താത്തന്റെ മക്കളുണ്ട്, അതാണ് ഇടക്കിടക്ക് അവര് വന്നിട്ട് ഡോർ അടക്കുന്നത് തുറക്കുന്നത്. ഒരു മൂന്നാൺകുട്ടികളുണ്ട്, അപ്പൊ അവർ ആക്റ്റീവായി നിൽക്കുന്നുണ്ട്. അതൊക്കെ ഡിസ്റ്റർബ് ആയെങ്കിൽ സോറി. പിന്നെ ഇപ്പോഴും നമ്മൾ ഇന്ന് വേറൊരു ലാസ്റ്റിനോട്ട് സംഭവമായിരുന്നു, പടച്ചോന്റെ ഗഫൂറും റഹീമും ആണെന്നില്ല, പുറത്തു തരുന്നവനാണ്, കാരുണ്യവാനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം റീൽസിൽ കണ്ടതായിരുന്നു. ഖുറാനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും, അല്ലെങ്കിൽ മാ വദ്ദഅക റബ്ബുക വമാ കല, ഞാൻ നിന്നെ വെറുത്തിട്ടുമില്ല വെടിഞ്ഞിട്ടുമില്ല എന്നുള്ളൊരു കാര്യം. അത് ഖുറാനിൽ പറഞ്ഞതിന്റെ അർത്ഥം പടച്ചോൻക്കറിയാം മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിക്കും, ഒരിടത്ത് മാത്രമല്ലേ പറഞ്ഞിട്ടില്ല. നമ്മൾ ആ പെർസ്പെക്റ്റീവ് ചിന്തിച്ചാൽ മതി. ആവർത്തിച്ച് പറഞ്ഞതിന്റെ അർത്ഥം പടച്ചോൻക്കറിയാത് എന്റെ അടിമ തെറ്റ് ചെയ്യും, അവനെ ആ രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, അതുകൊണ്ട് പൊറുക്കുന്നവരാണ് പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ തേടാൻ റെഡിയാണോ? ഇത്ര കാലം എങ്ങനെ പോട്ടെ, ഇനിയുള്ള അങ്ങോട്ട് ജീവിതം നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും, പടച്ചോനെ തൃപ്തിപ്പെടുന്ന രീതിയിൽ പറ്റും. ഇത്ര കാലമുള്ള ജീവിതത്തിന് ഒരു തൗബ ഉണ്ട്, ഉള്ളെറിഞ്ഞൊരു പടച്ചോന്റെ വിളി മതി. നമ്മുടെ തൗബ എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ എന്റേത് സ്വീകരിച്ചിട്ട് നിനക്കായി, ഞാൻ ഉള്ളറിഞ്ഞ് പടച്ചോനെ വിളിച്ചിട്ടുണ്ടോ ഒരു നേരെങ്കിലും? ഒരു ഹോസ്പിറ്റലില് എന്റെ ഉമ്മ ഹോസ്പിറ്റലിലാവും അല്ലെങ്കിൽ എന്റെ വാപ്പ ഹോസ്പിറ്റലിലാവുമ്പോ, നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഹോസ്പിറ്റലിലാവുമ്പോൾ നമ്മൾ ഹൃദയം അറിഞ്ഞ് പ്രാർത്ഥിക്കും, പടച്ചോനെ അവരെ ബുദ്ധിമുട്ടിലാക്കല്ലേ. അങ്ങനെ ഒരു പ്രാർത്ഥന ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ഓർത്ത് ഞാൻ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു തോട്ട് നമ്മൾ തന്നെ കൊണ്ടുപോയാൽ മതി. അത് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനം അടയാൻ പറ്റും. കാരണം പഠിച്ചു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ ഞാൻ വരുത്തിയിട്ടില്ല, ഞാൻ പൊറുക്കുന്നവനാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഈ കുടുംബ ബന്ധങ്ങളൊരു കാര്യം ഞാൻ എപ്പോഴും എനിക്കറിയുന്നവരടുത്തൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മള് വീട്ടിൽ സംസാരിക്കുകയാണെങ്കിലും പറയും, കുഴപ്പമില്ല, നാളെ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിയുടെ നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, നാളെ നിങ്ങൾക്ക് ഒരു ഫോൺ വരികയാണ്, അവര് മരിച്ചിട്ടുണ്ട്, ആ സമയത്ത് ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് റിവാർഡായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ പൊറുക്കാതിരുന്നു, കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് എത്ര പേർക്ക് ധൈര്യമുണ്ട് നമുക്ക് തെറ്റുള്ള ഒരാളോട് പറയാണ്, നമുക്ക് പുറത്തു കൊടുക്കൂല. അവര് മരണം നമുക്ക് ഒരാൾക്ക് പോലും ഉറപ്പിക്കാൻ പറ്റാത്തതാണ്. ഈ പറയുന്ന ഞാൻ പോലും അടുത്ത സെക്കൻഡിൽ ജീവിക്കും മരിക്കും നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ഈ തെറ്റുള്ളതും ഒരു വ്യക്തിയാവുമ്പോൾ അയാൾക്കും മരണം ഉറപ്പാണ്, നമുക്കും മരണം ഉറപ്പാണ്. ഇത് ഞാൻ കൊടുത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് റിവാർഡാക്കി കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊണ്ടുവിടുന്നോളൂ. ഇന്നലെ നമ്മോട് പറയാറുണ്ട്, ചിലപ്പോൾ നമുക്ക് തെറ്റിന്റെ കാടിനി, പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക. മനുഷ്യരാണ്, എനിക്കറിയാം. ഞാൻ ഈ പറയുന്ന ഫിലോസഫി പോലെ അത്ര ഈസി ഒന്നും അല്ലത്. നമ്മളോട് അത്രയും നമ്മളെ ബുദ്ധിമുട്ടിലാക്കി. അപ്പോൾ ആലോചിക്കുക, പടച്ചോന് ഞാൻ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് പടച്ചോനോട് ഓർക്കുന്നില്ലേ? എന്നിട്ട് എനിക്കാണ് പടച്ചോന്റെ പടപ്പുകളോട് പൊറുക്കാൻ മടി, ആ സൃഷ്ടിനോട് എനിക്ക് പൊറുക്കാൻ മടിയാണെന്നുള്ള കാര്യം നേരത്തെ ഞാൻ ഓർത്തൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളോട് ഇപ്പോൾ ഒരാൾ പറയാണ് ഈ നല്ലൊരു മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പടച്ചോനെയാണ് ഓർക്കേണ്ടത്. കാരണം പടച്ചോൻ നമ്മളെ തെറ്റിനെ അവരെ കണ്ണിൽ നിന്ന് മറച്ചു വെച്ചത് കൊണ്ട് മാത്രമാണ്. നമ്മളാരെയും പെർഫെക്റ്റ് ആണ്, തെറ്റ് ചെയ്യാത്തവരാണ് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഒരാൾ നമ്മളെ പറ്റി നല്ലത് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം
ആ പടച്ചോൻ നല്ല അൽഹംദുലില്ലാ അല്ലെങ്കിൽ നല്ലത് പറയാ. അപ്പൊ നമ്മൾ പടച്ചോനെ ആലോചിക്കുക. നിങ്ങളെ പറ്റി ഒരാൾ നല്ലത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പടച്ചോനെ ആലോചിക്കുക. കാരണം പടച്ചോൻ നിങ്ങളെ കൂടെയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ, സമൂഹത്തിൽ നിങ്ങൾ മോശമാക്കുന്ന ഒരു സാഹചര്യത്തിനെ, ഒരാളിലേക്ക് നിങ്ങൾ മോശ ചിന്തന പടരുന്നതിന് പടച്ചോൻ അവിടെ മറച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ആ നല്ലതിനെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന പടച്ചോനോട് നമ്മളെങ്ങനെയാ പിന്നെ ആ, മറ്റു കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക? ആ ഒരു രീതിയിലേക്ക് പടച്ചോനെ അടുത്തറിയാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും ഞാൻ പറയുന്നതാണ്, ഞാൻ ഏറ്റവും പെർഫെക്റ്റ് അല്ല, ഈ രീതിയിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും മനഃപൂർവ്വം അറിഞ്ഞു അറിയാതെ തെറ്റുകൾ വരാറുണ്ട്. പക്ഷെ പുറത്തെടുത്ത് നമുക്ക്. പക്ഷെ നമ്മളിങ്ങനെ ക്ലാസ്സിലൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊന്നും കൂടെ ഓർമ്മപ്പെടുത്തലാണ്. മിസ്ന, ഇത്ര ആളുകളടുത്ത് നീ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് നീ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ കുത്തിൽ വരിക എന്ന് പറയൂലേ, അക്കാരണം കൊണ്ട് നമ്മൾ തെറ്റുകൾ ചെയ്യാതിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തി എന്നില്ല മാത്രം ഇങ്ങനത്തെ ക്ലാസ്സുകളുടെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ അറിഞ്ഞിട്ടില്ല പടച്ചോനെ ഒന്നും കൂടെ നമുക്ക് വേണ്ടി അറിയുന്ന എന്റെ പടച്ചോനായിട്ട് അറിയാൻ പറ്റുമോ. എന്തായാലും ഇതിലുള്ള കുറച്ച് പേരൊക്കെ നാളത്തെ ക്ലാസ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ നാളെയാണ് നമ്മളെ ക്ലാസ്. നിങ്ങളൊക്കെ ഏറ്റവും അടിപൊളിയായി അവിടെ വരുന്ന ആളുകൾക്ക് നമ്മളെ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ റിസൾട്ട് കൊടുക്കാൻ ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം ഇൻഷാ അല്ലാ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ അറിയിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യായിരുന്നു. സെലിൻ മാമിനെ എന്തായാലും സ്പെഷ്യലി അപ്രീഷിയേറ്റ് ചെയ്യാണ്. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ആള് വീഡിയോ മോഡിൽ ഇരുന്ന് ഫുള്ള് പവർ നമുക്ക് നൽകുന്നുണ്ട്. നാളെ എന്തായാലും നേരിട്ട് വന്നിട്ട് കാണാം ഇൻഷാ അല്ലാ. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയാനോ ആഡ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ടോ? വേറെ ആരും ഇല്ലാന്ന് തോന്നുന്നത് അല്ലേ? നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, ശരി. ശരി.